ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബയോളജിയാണ്. ബയോളജിയിൽ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന SCERT ചാപ്റ്റേഴ്സ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും ഒറ്റ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും NCERT ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. SCERT ക്ലാസ്സും കംപ്ലീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERT ക്ലാസ്സും തന്നിട്ടുണ്ട്, NCERT ക്ലാസ്സും തന്നിട്ടുണ്ട്. ഈ ആരോഗ്യവും അതുപോലെ തന്നെ രോഗങ്ങളും രോഗകാരികളും രണ്ടും ഒരേ ടോപ്പിക്കായിട്ടാണ് NCERTയിൽ പറയുന്നത്, നമ്മൾ ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സും NCERT ചാപ്റ്റേഴ്സും പഠിക്കുന്നതിനുള്ള ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഓരോ ദിവസവും സിലബസ് ബേസ്ഡ് ആയിട്ട് ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള SCERT, പഴയ SCERT, പുതിയ SCERT പ്ലസ് NCERT ക്ലാസ്സുകളും ആഡ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കിതുപോലെ തന്നെ ഈ ബയോളജിയിലെ ഓരോ ടോപ്പിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നൊരു ടോപ്പിക് എന്ന് പറയുമ്പോൾ കുറച്ചധികം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതായത് തന്നെയാണ് നമ്മുടെ ബയോളജി എന്ന് പറയുന്നത് തന്നെ. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് പൊതുജനാരോഗ്യത്തിലാണ് ഈ ജീവകങ്ങളുടെ ധാതുക്കൾ എന്താണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്ത് തരാം. അല്ലാതെ തന്നെ നമുക്ക് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ക്ലാസ്സുകൾ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഓൾറെഡി SCERT NCERT ചാപ്റ്റേഴ്സൊക്കെ ഒരു ക്ലാസ്സിലൂടെ മാത്രമായിട്ട് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാനുള്ളവർ അങ്ങനെ പഠിക്കുക. അല്ലാതെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ടോപ്പിക് വൈസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സീരീസ് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഴയ SCERT പുതിയ SCERT NCERT എഴുതിയിട്ടാണ് തരുന്നത്. നമുക്കൊരു എക്സാമിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു റിവിഷൻ ക്ലാസ് പോലെയാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതായത് ഓരോ ടോപ്പിക്സ് ഒരു ക്ലാസ്സിൽ തന്നെ മാത്രമായിട്ട് നമ്മൾ ഇനി ലാസ്റ്റ് റിവിഷൻ നമുക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് നോക്കുന്നതിനായിട്ടാണ് ആ റിവിഷൻ ക്ലാസ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് പഠിച്ചതിന് ശേഷം ആ ക്ലാസ്സുകളൊക്കെ കാണാൻ ഉപകാരപ്രദമാകും. എന്തായാലും നമ്മൾ ഒരു എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു ക്ലാസ്സുകൾ കണ്ട് എന്തായാലും അതിൽ നിന്ന് തന്നെയാണ് കൂടുതലും ചോദ്യങ്ങൾ വരാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് EVS ആണ്, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് SCERTയിലും നമ്മൾ അങ്ങനെ പഠിക്കാനായിട്ടില്ല. നമുക്കിങ്ങനെ ഓരോ ചാപ്റ്ററിലും അതുമായി ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് പറഞ്ഞു പോകുന്നത് മാത്രം. പക്ഷേ NCERTയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് അല്ല ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. പക്ഷേ നമുക്കതിൽ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഓരോ PDF ആയിട്ട് തരാം. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു EVS നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇപ്പം +1 നിന്നും +2 നിന്നും ഓരോരോ സബ്ജക്റ്റിലാണ് ഓരോ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ +1 എക്കണോമിക്സിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ +1 ഇന്ത്യൻ ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് കുറച്ച് EVSുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ +2 ഇന്ത്യ എക്കണോമിക് അങ്ങനെ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ എന്താണ് EVSനെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ പരിസ്ഥിതിയെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും അതുപോലെ തന്നെ കെമിസ്ട്രി +2 കെമിസ്ട്രിയിൽ ഈ ഒരു ചാപ്റ്റർ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ്, അതായത് ഓസോണിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ക്ലാസ് നമുക്ക് ഒരു സബ്ജക്റ്റായിട്ട് മാത്രം എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് NCERT നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റായിട്ട് മാത്രം പഠിക്കാനായിട്ടില്ല. അപ്പോൾ അതിൽ ഈ ഒരു EVSലെ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് പല സബ്ജക്റ്റുകളിലായിട്ടാണ്. കെമിസ്ട്രിയിൽ വരുന്നുണ്ട്, എക്കണോമിക്സിൽ വരുന്നുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നുണ്ട്, വേൾഡ് ജോഗ്രഫിയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാതും കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ അതായത് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പോയിൻറ്റ്സ് നമുക്ക് NCERTയിലത്തെ പഠിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ NCERT ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിൻ്റെയും നോട്ട് വൈസ് ആയിട്ട് പോയിൻറ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഒരു ക്ലാസ്സിലൂടെ മാത്രമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എക്കണോമിക്സ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, NCERT ചാപ്റ്റേഴ്സ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഭരണഘടന. പിന്നെ ഇതൊക്കെയാണ് സുവോളജി സുവോളജി കംപ്ലീറ്റ് ചെയ്തില്ല, സുവോളജി ഞാൻ തരാം അടുത്ത ദിവസങ്ങളിലായിട്ട്. ഇപ്പോൾ EVS നമുക്കിന്ന് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി ഒക്കെ പ്രധാനമായും പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ
ഈ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് NCERT വരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്ന നോട്ട്സുകൾ ഞാൻ അതിലിട്ട് തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ആദ്യം പഠിച്ചു വെച്ചിരിക്കുന്ന ചാപ്റ്റർ +1 വേൾഡ് ജോഗ്രഫിയാണ്. വേൾഡ് ജോഗ്രഫി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരുമിച്ച് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ 15ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭൂമുഖത്തെ ഒരു ജീവിതം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അറിഞ്ഞു വെച്ചിരിക്കുന്നത് ആവാസ വ്യവസ്ഥയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിന് എന്താണ് പരിസ്ഥിതി എന്ന് വെച്ചാൽ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും അടങ്ങുന്നതാണ് പരിസ്ഥിതി അല്ലേ. എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക അധിവാസ കേന്ദ്രത്തിൽ വസിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ജീവജാലങ്ങൾ അവിടെയുള്ള അജീവീയ ഘടകങ്ങളുമായി നടത്തുന്ന പരസ്പര പ്രവർത്തനങ്ങളെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ജീവജാലങ്ങൾ അജീവീയ ഘടകങ്ങളുമായിട്ട് നടത്തുന്ന പരസ്പര പ്രവർത്തനത്തെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ എത്ര തരം ആവാസ വ്യവസ്ഥകളുണ്ട്? കരയിലെ ആവാസ വ്യവസ്ഥയുണ്ട്, ജലത്തിലെ ആവാസ വ്യവസ്ഥയുണ്ട്. അപ്പോൾ 2 തരം ആവാസ വ്യവസ്ഥകളുണ്ടെന്ന് പറയാം അല്ലേ. ഈ കരയിലെ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് NCERT എടുത്തിട്ടുള്ള ഇതാണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കരയിലെ ആവാസ വ്യവസ്ഥയും ജലത്തിലെ ആവാസ വ്യവസ്ഥയും ഉണ്ട്. കരയിലെ ആവാസ വ്യവസ്ഥയിൽ ബയോമുകൾ വരുന്നുണ്ട്. ബയോമുകൾ എന്ന് പറയുമ്പോൾ വന ജൈവ സമൂഹമുണ്ട്, മരുഭൂമി ജൈവ സമൂഹമുണ്ട്, പുൽപ്രദേശ ജൈവ സമൂഹമുണ്ട്, ജല ജൈവ സമൂഹമുണ്ട്, പർവ്വത പ്രദേശ ജൈവ സമൂഹമുണ്ട്. ഇനി ജലത്തിലെ ആവാസ വ്യവസ്ഥയിലാണെങ്കിലോ ശുദ്ധജല ആവാസ വ്യവസ്ഥയുണ്ട്, സമുദ്രജല ആവാസ വ്യവസ്ഥയുണ്ട്. ശുദ്ധജല ആവാസ വ്യവസ്ഥയിലാണ് കുളങ്ങളും തടാകങ്ങളും തോടുകളും പുഴകളും ചതുപ്പ് നിലങ്ങളൊക്കെ വരുന്നത്. സമുദ്രജല ആവാസ വ്യവസ്ഥയിൽ നിന്നൊക്കെ വരും സമുദ്രം വരും, പവിഴ പുറ്റ് വരും, അഴിമുഖം വരും, ലഗൂണുകൾ വരും. എന്താണ് ബയോമുകൾ എന്ന് വെച്ചാൽ ഒരു വിശാലമായ ഭൂപ്രദേശത്തുള്ള സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സമൂഹത്തെയാണ് ബയോമുകൾ എന്ന് പറയുന്നത്. ഒരു ഭൂപ്രദേശത്തുള്ള സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സമൂഹത്തെയാണ് ബയോം എന്ന് പറയുന്നത്. ഇനി കരയിലെ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ കരയിലെ ആവാസ വ്യവസ്ഥയെ വിവിധ ബയോമുകളായി തിരിച്ചിട്ടുണ്ട്, നമുക്ക് കണ്ടു അല്ലേ. ഒരു പ്രദേശത്തെ പ്രത്യേക പാരിസ്ഥിതിക സാഹചര്യവുമായി അനുരൂപപ്പെട്ട് കഴിയുന്ന ജൈവ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സമൂഹമാണ് ബയോ. കാലാവസ്ഥയ്ക്കനുസരിച്ച് കരയിലെ ബയോമുകളുടെ അതിർത്തിയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. വനങ്ങൾ, പുൽമേടുകൾ, മരുഭൂമികൾ, തുന്ദ്രാ പ്രദേശം എന്നിവ കരയിലെ പ്രധാനപ്പെട്ട ബയോമുകൾ ഉൾപ്പെടുന്നു. അപ്പോൾ കരയിലെ ആവാസ വ്യവസ്ഥയാണ് വിവിധ ബയോമുകളായി തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇവ കറക്റ്റ് എന്നാണ് ഓരോ പ്രദേശത്തെയും പരിസ്ഥിതി സാഹചര്യവുമായിട്ട് ഇണങ്ങുന്നവയായിരിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് കരയിലെ ബയോമുകൾ അതിർത്തിയിൽ വ്യതിയാനങ്ങൾ വരാം. ഇതിന് എക്സാമ്പിളാണ് വനങ്ങൾ, പുൽമേടുകൾ, മരുഭൂമികൾ, തുന്ദ്രാ പ്രദേശമൊക്കെ. നെക്സ്റ്റ് ജലത്തിലെ ആവാസ വ്യവസ്ഥ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ശുദ്ധജല ആവാസ വ്യവസ്ഥയുണ്ട്, സമുദ്രജല ആവാസ വ്യവസ്ഥയുണ്ട്. സമുദ്രങ്ങളും അഴിമുഖങ്ങളും പവിഴപ്പുറ്റുകളാണ് സമുദ്രജല ആവാസ വ്യവസ്ഥയിൽ വരുന്നത്. കുളങ്ങളും തോടുകളും പുഴകളും ചതുപ്പുകളാണ് ശുദ്ധജല ആവാസ വ്യവസ്ഥയിൽ വരുന്നത്. നമ്മൾ കണ്ട ആ ഒരു ബോക്സ് തന്നെ കേട്ടോ. നെക്സ്റ്റ് ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അജീവീയ ഘടകങ്ങളുണ്ട്, ജീവീയ ഘടകങ്ങളുണ്ട് അല്ലേ. അജീവീയ ഘടകങ്ങൾ എന്ന് വെച്ചാൽ ജീവനില്ലാത്തവയാണ്. സൂര്യപ്രകാശം, ജലം, ഊഷ്മാവ്, മഴ, കാർബൺ-ഡൈ-ഓക്സൈഡ്, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ എന്താണ് അജീവീയ ഘടകങ്ങളാണ്. ജീവീയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരും. സസ്യങ്ങൾ വരും, പുൽച്ചാടി, ബാക്ടീരിയ, കടുവൊക്കെ എന്നാണ് ജീവീയ ഘടകങ്ങളാണ്. എന്താണ് പ്രകാശ സംശ്ലേഷണം? കാർബോഹൈഡ്രേറ്റും സൂര്യപ്രകാശവും ഉപയോഗിച്ച് സസ്യങ്ങൾ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റും സൂര്യപ്രകാശവും ഉപയോഗിച്ച് സസ്യങ്ങൾ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇനി ഉപഭോക്താക്കൾ, പ്രാഥമിക ഉപഭോക്താക്കളുണ്ട്, ദ്വിതീയ ഉപഭോക്താക്കളുണ്ട്, തൃതീയ ഉപഭോക്താക്കളുണ്ട്. പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ സസ്യഭോജികളായ മൃഗങ്ങളാണ്. ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ സസ്യഭോജികളായ മൃഗങ്ങളെ ഭക്ഷിക്കുന്നവരാണ്. ഇനി തൃതീയ ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ മാംസഭോജികളായ മൃഗങ്ങളെ ഭക്ഷിക്കുന്നവരാണ്. ഇനി വിഘാടകർ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, അതിനാൽ തന്നെയാണ് കേട്ടോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി വിഘാടകർ സസ്യങ്ങളെയും സസ്യഭോജികളുടെയും മാംസഭോജികളുടെയും ജഡാവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്നവരാണ് വിഘാടകർ അല്ലേ. വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവയെ എന്താണ് ഈ മൃതശരീരത്തൊക്കെ എന്താണ് ജീർണിപ്പിക്കുന്നവയാണ് വിഘാടകർ. ഇനി ഭക്ഷ്യശൃംഖല ആഹരിക്കപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം ഊർജ്ജം ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഭക്ഷ്യശൃംഖല. ആഹരിക്കപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം ഊർജ്ജം ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഭക്ഷ്യശൃംഖല. ഇനി ഭക്ഷ്യവല, ഫുഡ് വെബ് എന്ന് വെച്ചതാണ് ഭക്ഷ്യശൃംഖലയിൽ മാംസഭോജികൾ വിവിധ ഇനങ്ങളിൽ പെടുന്നു. ഉദാഹരണത്തിന് എലിയെ തിന്നുന്ന പൂച്ച, പൂച്ചയെ തിന്നുന്ന ഉന്നത മാംസഭോജി, അവയെ ഭക്ഷിക്കുന്ന മറ്റ് മാംസഭോജികൾ. അങ്ങനെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഭക്ഷ്യശൃംഖലയാണ് ഭക്ഷ്യവല എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ബയോമുകൾ നമ്മൾ പറഞ്ഞു. വനജീവ ബയോമുണ്ട്, മരുഭൂമി ജൈവ ബയോമുണ്ട്.
പുൽപ്രദേശ ജൈവബയോം, ജലജൈവബയോം, പർവ്വത ബയോം എന്നിവയൊക്കെ ഉണ്ട്. ഇനി ജലപരിവൃത്തി അല്ലെങ്കിൽ ജലചക്രം എന്ന് വെച്ചാൽ എന്താണ്? ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലുമുള്ള ജലത്തിന്റെ സംക്രമണത്തെയാണ് ജലചക്രം അഥവാ ജലപരിവൃത്തി എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും വായുമണ്ഡലത്തിലും കരമണ്ഡലത്തിലും അവയ്ക്കിടയിലുള്ള ജലസംക്രമണ പരിവൃത്തിയുണ്ട്. ഇനി കാർബൺ പരിവൃത്തി എന്ന് വെച്ചാൽ ജീവജാലങ്ങൾ വഴി കാർബൺ ഘടകങ്ങൾക്ക് പരസ്പര രൂപമാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് കാർബൺ പരിവൃത്തി എന്ന് പറയുന്നത്. എല്ലാ ജീവഘടകങ്ങളും കാർബൺ കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇനി ഓക്സിജൻ പരിവൃത്തി. കാർബോഹൈഡ്രേറ്റുകൾ ഓക്സീകരിക്കപ്പെടുമ്പോൾ ഊർജ്ജത്തോടൊപ്പം എന്തുണ്ടാക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ജലം ഉണ്ടാവും. ഇത് ഓക്സിജൻ പരിവൃത്തിയുടെ ഉദാഹരണമാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്, അറിയൂല്ലേ? നൈട്രജൻ പരിവൃത്തി എന്ന് വെച്ചാൽ അന്തരീക്ഷ വാതകങ്ങളിൽ 78% നമ്മൾ പിടിച്ചിരിക്കുന്നത് 78%. ഓക്കെ, നൈട്രജനാണ്. അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ സ്വാഭാവിക രീതിയിൽ സ്വാംശീകരിച്ച് സസ്യങ്ങൾ ജീവസംയുക്തങ്ങളാക്കി മാറ്റുകയും സസ്യഭോജികൾ ഈ സസ്യങ്ങളെ ഭക്ഷണമാക്കുന്നതിലൂടെ വിവിധ രൂപത്തിലുള്ള നൈട്രജൻ സംയുക്തങ്ങൾ അവയിൽ സ്വാംശീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഭക്ഷിക്കപ്പെടുന്ന ജീവികളും സസ്യങ്ങളും ചത്ത് ജീർണിക്കുമ്പോൾ ബാക്ടീരിയകളെ പ്രവർത്തനഫലമായി നൈട്രേറ്റുകൾ വിഘടിപ്പിക്കപ്പെടുകയും നൈട്രജനായി പരിണമിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് 16ാമത്തെ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്? ജൈവവൈവിധ്യവും സംരക്ഷണവും. എന്താണ് ജൈവവൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളുടെ ഇനങ്ങളും ആണ് ജൈവവൈവിധ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളുടെ ഇനങ്ങളുമാണ് ജൈവവൈവിധ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി, ബയോ ജീവൻ, ഡൈവേഴ്സിറ്റി വൈവിധ്യം, അങ്ങനെ 2 പദങ്ങൾ ചേർന്നാണ് ജൈവവൈവിധ്യം ഉണ്ടായത്. ജൈവവൈവിധ്യത്തെ 3 തരങ്ങളായി വർഗീകരിക്കാം. ജനിത വൈവിധ്യം, ജനറ്റിക് ഡൈവേഴ്സിറ്റി, വർഗ്ഗവൈവിധ്യം, ആവാസ വ്യവസ്ഥാ വൈവിധ്യം. എന്താണ് ജനിതക വൈവിധ്യം? വിവിധ സ്പീഷീസിൽപ്പെട്ട ജീവികളുടെ വിവിധ വർഗ്ഗങ്ങളെ ജനിതക വൈവിധ്യം എന്ന് പറയുന്നു. ഒരേ ഭൗതിക സ്വഭാവ സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്ന ഒരു കൂട്ടം സജീവ വസ്തുവിനെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ സ്പീഷീസിൽപ്പെട്ട ജീവികളുടെ വിവിധ വർഗ്ഗങ്ങളെ ജനിതക വൈവിധ്യം എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് ഹോമോസാപ്പിയൻസ്. ഇനി വർഗ്ഗവൈവിധ്യം എന്ന് വെച്ചാൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജീവജാലങ്ങളുടെ വിവിധ വർഗ്ഗങ്ങളെയാണ് വർഗ്ഗവൈവിധ്യം എന്നറിയപ്പെടുന്നത്. വർഗ്ഗവൈവിധ്യം വളരെ കൂടുതലുള്ള പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ആവാസ വ്യവസ്ഥാ വൈവിധ്യം. ആവാസ വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓരോ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലും നടക്കുന്ന ജീവപ്രക്രിയകളെയും വാസസ്ഥലങ്ങളിലെയും വൈവിധ്യങ്ങൾ എന്നിവ ചേർന്നതാണ് ആവാസ വ്യവസ്ഥാ വൈവിധ്യം. ഇനി ജൈവവൈവിധ്യത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? മനുഷ്യ സംസ്കാരത്തിൻ്റെ വികസനത്തിൽ ജൈവവൈവിധ്യം ഏറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 3 പ്രാധാന്യമാണുള്ളത്. ജൈവവൈവിധ്യത്തിൻ്റെ പാരിസ്ഥിതിക പങ്ക്, സാമ്പത്തിക പങ്ക്, ശാസ്ത്രീയ പങ്ക്. എന്താണ് പാരിസ്ഥിതിക പങ്കെന്ന് വെച്ചാൽ ഒരേ ആവാസ വ്യവസ്ഥയിൽ വൈവിധ്യമാർന്ന വിവിധ ജീവജാലങ്ങൾ കാണപ്പെടും എങ്കിൽ ആ ആവാസ വ്യവസ്ഥ ശക്തവും വൈവിധ്യമാർന്നതുമാണ്. നെക്സ്റ്റ് സാമ്പത്തിക പങ്ക്. ജൈവവൈവിധ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് വിളവൈവിധ്യം. ഇത് കാർഷിക വൈവിധ്യം എന്നറിയപ്പെടുന്നു. ഭക്ഷ്യവിളകൾ, കന്നുകാലികൾ, വനങ്ങൾ, മത്സ്യം, ഔഷധ വിഭവങ്ങൾ എന്നിവ മനുഷ്യരാശിക്ക് പ്രദാനം ചെയ്യുന്ന നിരവധി വിഭവങ്ങളിൽ ചിലതാണ്. നെക്സ്റ്റ് എന്താണ് ശാസ്ത്രീയ പങ്ക്. ഓരോ ജീവിവർഗത്തിനും ജീവൻ എങ്ങനെ ആവിർഭവിച്ചു എന്നതിനെയും ജീവപരിണാമം എങ്ങനെയാണ് പുരോഗമിക്കുകയും എന്നതിനെയും സംബന്ധിച്ച ചില പ്രധാന സൂചനകൾ നൽകാനാവുമെന്നതിനാൽ ജൈവവൈവിധ്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. നെക്സ്റ്റ് ജൈവവൈവിധ്യത്തിൻ്റെ നാശം. ജനസംഖ്യാ വർധനവ് പ്രകൃതി ഉപഭോഗ നിരക്കിൽ വർധനയുണ്ടാക്കി. അതോടൊപ്പം ജീവിവർഗ്ഗങ്ങളുടെയും അവയുടെ ആവാസ കേന്ദ്രങ്ങളെയും നാശത്തിന് കാരണമായി. അപ്പോൾ ജനസംഖ്യാ വർധനവ് എന്നാണ് പ്രകൃതി നമുക്ക് പറയാം അതായത് പ്രകൃതിയിലെ വിഭവങ്ങളൊക്കെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഉപയോഗിക്കില്ലേ, അതിനനുസരിച്ച് ജീവികളുടെ എണ്ണം, ആവാസ കേന്ദ്രങ്ങളുടെ എണ്ണം നാശത്തിന് കാരണമാകും. ഉഷ്ണമേഖലയിലാണ് ലോകത്തിലെ ആകെ ജനസംഖ്യയുടെ 4/3 ജീവിക്കുന്ന. ഈ ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി അമിതമായ വിഭവ ചൂഷണവും നശീകരണവും വ്യാപകമാണ്. ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ജൈവവൈവിധ്യ ശോഷണത്തിന് കാരണമാകുന്നുണ്ട്. എന്താണ് വൈദേശിക ജീവജാതി? ഒരു പ്രദേശത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ ഭാഗമല്ലാത്തതും എന്നാൽ മറ്റെവിടെ നിന്നോ എത്തിയതുമായ സസ്യജന്തു വർഗ്ഗങ്ങളെയാണ് വൈദേശിക ജീവജാതി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആഫ്രിക്കൻ പായൽ, ആഫ്രിക്കൻ ഒച്ച്, പാർത്തിനീയ പുല്ല്. അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ജീവികളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ജീവികൾ സസ്യങ്ങളൊക്കെയാണെന്ന് അറിയപ്പെടുന്നത് വൈദേശിക ജീവജാതി എന്നറിയപ്പെടുന്നത്. എക്സാമ്പിളാണ് ആഫ്രിക്കൻ പായൽ, ആഫ്രിക്കൻ ഒച്ച്, പാർത്തീനിയ പുല്ലൊക്കെ. നെക്സ്റ്റ് വരുന്നത് എന്താണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് നേച്ചറൽ റിസോഴ്സ്. IUCN എന്ന് വെച്ചാൽ എന്താണ് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് IUCN. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലങ്ങളെ IUCN 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. വൾനറബിൾ സ്പീഷീസ് എന്ന് വെച്ചാൽ വംശനാശ ഭീഷണിക്ക് വിധേയമായേക്കാവുന്ന ജീവജാലങ്ങൾ. നെക്സ്റ്റ് റയർ സ്പീഷീസ്, അപൂർവ ഇനം ജീവജാലങ്ങൾ.
എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കപ്പെടാൻ സാധ്യതയുള്ള ജീവിവർഗ്ഗങ്ങളെയാണ് ഈ ഭാഗത്തിൽ വരുന്നത്. IUCN ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗ്ഗങ്ങളുടെ വിവരങ്ങൾ ചുവപ്പ് പട്ടികയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റെഡ് ഡാറ്റ ലിസ്റ്റ് ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് റെഡ് പാണ്ട, അതുപോലെ സെൻകീരിയ സെബാസ്റ്റെയ്നർ, അഗസ്ത്യാർ കൂട്ടത്തിൽ കാണപ്പെടുന്ന ഒരിനം പൂവ്. നെക്സ്റ്റ് വൾനറബിൾ സ്പീഷീസ് എന്ന് വെച്ചാൽ വംശനാശ ഭീഷണിക്ക് വിധേയമാകാവുന്ന ജീവജാലങ്ങളാണ്. വരും കാലങ്ങളിൽ ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയായേക്കാവുന്ന സസ്യജന്തുജാലങ്ങളാണ്. ഇവയുടെ എണ്ണം തീരെ കുറഞ്ഞു പോയിട്ടുള്ളതിനാൽ സംരക്ഷണം കൂടാതെ ഇവ നിലനിൽക്കാൻ സാധ്യത കുറവാണ്. ഇവയുടെ എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട്. നെക്സ്റ്റ് റെയർ സ്പീഷീസ്, അപൂർവം ജീവജാലങ്ങൾ. ഭൂമിയിൽ വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളാണ് റെയർ സ്പീഷീസ്. എക്സാമ്പിൾ ഏതാണ്? അംബോട്ടിയ ഡീകറൻസ് ബെഡ് പശ്ചിമഘട്ടത്തിലെ അപൂർവ വൃക്ഷയിനമാണ്. ഓക്കെ, എത്രയാണ് നമ്മുടെ ഈ ഒരു വേൾഡ് ജോഗ്രഫിയിൽ വരുന്നത്. ലാസ്റ്റ് 2 ചാപ്റ്ററും എന്താണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത് ശരിക്കും പറഞ്ഞാൽ പല ചാപ്റ്റേഴ്സ്, പല സബ്ജക്റ്റുകളും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമുക്ക് പ്ലസ് 2 ബോട്ടണിയിൽ പഠിക്കാനായിട്ടുണ്ട്. 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ആവാസ വ്യവസ്ഥ എന്ന. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എക്കോസിസ്റ്റത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ബയോളജി, SCRT ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിൽ 1-2 ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കങ്ങനെ ഒറ്റയിലൊരു ജീവി എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്ററിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്നാലും എന്താണ് ആവാസം, എന്താണ് ആവാസ വ്യവസ്ഥ, അതുപോലെ തന്നെ പഴയ SCRT നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ചെടികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പരാതങ്ങളെ കുറിച്ചിട്ട് അല്ലേ, അർദ്ധപരാതങ്ങൾ എന്താന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഴയ SCRTയിലും പറയുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ എന്താണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ക്ലാസ്സിൽ കിടക്കാം. ബോട്ടണിയാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആവാസ വ്യവസ്ഥ? എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതിയുടെ പ്രവർത്തനപരമായ അടിസ്ഥാന യൂണിറ്റാണ് ആവാസ വ്യവസ്ഥ. എന്താണ് ആവാസ വ്യവസ്ഥ? പ്രകൃതിയുടെ പ്രവർത്തനപരമായ അടിസ്ഥാന യൂണിറ്റാണ് ആവാസ വ്യവസ്ഥ. ഇവിടെ ജീവികൾ തമ്മിലും ജീവികളും അവയുടെ ഭൗതിക ചുറ്റുപാടും തമ്മിലും നിരന്തരം പാരസ്പര്യത്തിൽ ഏർപ്പെടുന്നു അല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്? പല ജീവികൾ തമ്മിൽ എന്താണ് പരസ്പരം എന്താണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആവാസ വ്യവസ്ഥകൾ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. കര ആവാസ വ്യവസ്ഥയുണ്ട്, ജല ആവാസ വ്യവസ്ഥയുണ്ട്. കര ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വനം അല്ലേ, വനം വരുന്നുണ്ട്, ഫോറസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പുൽമേട് വരുന്നുണ്ട്, മരുഭൂമിയൊക്കെ എന്താണ്? കരയിലാണ് വരുന്നത് അല്ലേ. ഇനി ജലാവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? കുളം വരും, തടാകം വരും, തണ്ണീർത്തടങ്ങൾ വരും, പുഴകൾ, അഴിമുഖങ്ങളൊക്കെ എന്താണ്? ജലാവാസ വ്യവസ്ഥയിൽ വരുന്നവയാണ് അല്ലേ. അപ്പോൾ 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു. കര ആവാസ വ്യവസ്ഥയുണ്ട്, ജല ആവാസ വ്യവസ്ഥയുണ്ട്. അതായത് ഈ കര ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വനം, ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്, ഡെസേർട്ടൊക്കെയാണ് വരാം. ജലാവാസ വ്യവസ്ഥ ഇതൊരു അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ പോണ്ടും ലേക്കും വെറ്റ്ലാൻഡ് റിവറും ഒക്കെ വരും. ഓക്കെ, ഇനി മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥകളാണ് കൃഷിയിടങ്ങളും അക്വേറിയങ്ങളും. അതായത് മനുഷ്യൻ നിർമ്മിക്കുന്നവയാണ് അല്ലേ, മനുഷ്യൻ നിർമ്മിക്കുന്ന ആവാസ വ്യവസ്ഥകളാണ്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ കൃഷിയിടങ്ങളും അക്വേറിയങ്ങളാണ്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് ആവാസ വ്യവസ്ഥ? അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ജീവികൾ തമ്മിലും ജീവികളും അവയുടെ ഭൗതിക ചുറ്റുപാടും തമ്മിലുമുള്ള നിരന്തര ഇടപെടലാണ് ആവാസ വ്യവസ്ഥകളുടെ ഘടനയ്ക്ക് അടിസ്ഥാനം. ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലും ഉള്ള ഒരു ബന്ധമാണ് അല്ലെങ്കിൽ നിരന്തര ഇടപെടലാണ് ഈ ആവാസ വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വിവിധ ജീവിവർഗ്ഗങ്ങൾ ലംബമായി വ്യത്യസ്ത നിരകളിൽ ക്രമീകരിക്കപ്പെടുന്നതിനാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിവിധ ജീവിവർഗ്ഗങ്ങൾ ലംബമായി വ്യത്യസ്ത നിരകളിൽ ക്രമീകരിക്കപ്പെടുന്നതിന് എന്ന് പറയുന്നു സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വനത്തിലെ സസ്യങ്ങളുടെ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ മരങ്ങളായിരിക്കും അല്ലെ, അതിന് താഴെ നോക്കുകയാണെങ്കിൽ കുറ്റിച്ചെടികളായിരിക്കും, അതിന് ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ പുല്ലായിരിക്കും, അതിന് താഴെ നോക്കുകയാണെങ്കിൽ ഔഷധികളാണ് വരാം. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ വ്യത്യസ്ത നിരകളിൽ ലംബമായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും മുകളിൽ നല്ല ഹൈറ്റ് ഉള്ളതാണ് വരാം അല്ലേ, ഏറ്റവും മുകളിൽ മുകളിൽ മരങ്ങളായിരിക്കും വരാം, അതിന് താഴെയായിട്ടായിരിക്കും കുറ്റിച്ചെടികൾ വരാം, അതിന് താഴെയായിട്ടായിരിക്കും പുല്ല് വരാം, അതിന് താഴെയായിട്ടായിരിക്കും ഔഷധികൾ വരാം. ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തനപരമായ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഉൽപാദനക്ഷമത, വിഘടനം, ജീർണം അല്ലേ, ഡികമ്പോസിഷൻ അല്ലേ, വിഘടിക്കണം അല്ലേ. അപ്പോൾ വിഘടനം, അതുപോലെ തന്നെ ഊർജ്ജ പ്രവാഹം, എനർജി ഫ്ലോ ചെയ്യുന്നത്, അതുപോലെ തന്നെ പോഷകങ്ങളുടെ ചാക്രിക പ്രവാഹം, ന്യൂട്രിയൻ സൈക്ലിംഗ് എന്നിവയാണ്. ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആവാസ വ്യവസ്ഥയിലെ പ്രവർത്തനപരമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഉൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി, പിന്നെ വിഘടനം അല്ലെങ്കിൽ ഡികമ്പോസിഷൻ, ജീർണം,
ഊർജ്ജ പ്രവാഹം എനർജി ഫ്ലോ, പോഷകങ്ങളുടെ ചാക്രിക പ്രവാഹം എന്നിവയാണ്. ഇനി ഒരു കുളം ഒരു മാതൃക ജല ആവാസ വ്യവസ്ഥയാണെന്ന് പറയുന്നു. കുളം എന്ന് പറയുന്നത് ഒരു മാതൃക ജല ആവാസ വ്യവസ്ഥയാണെന്ന് പറയുന്നു. നോക്കാം. കാർബണിക അജൈവ വസ്തുക്കൾ അലിഞ്ഞു ചേർന്ന ജലം, അടിത്തട്ടിലെ മണ്ണ്, സൗരോർജ്ജം, താപനില, ദിനദൈർഘ്യം, മറ്റ് കാലാവസ്ഥാ ഘടകങ്ങൾ എന്നിവയാണ് കുളത്തിലെ അജീവീയ ഘടകങ്ങൾ. അപ്പോൾ കുളത്തിലെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. കുളം എന്ന് പറയുന്ന ഒരു ജലാവാസ വ്യവസ്ഥയായിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജലാവാസ വ്യവസ്ഥയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? അജീവീയ ഘടകങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അജീവീയ ഘടകങ്ങൾ ഉണ്ടായിരിക്കും, ജീവീയ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഒരു കുളത്തിലെ അജീവീയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും വരാം? ജലം എന്ന് പറയുന്നത് അല്ലേ? ജലം, കുറേ വസ്തുക്കളൊക്കെ അലിഞ്ഞു ചേർന്ന ജലം. പിന്നെ അടിത്തട്ടിലെ മണ്ണ്, പിന്നെ സൗരോർജ്ജം അല്ലേ, താപനില, ദിനദൈർഘ്യം, കാലാവസ്ഥാ ഘടകങ്ങൾ എന്നിവയൊക്കെ എന്താണ്? കുളത്തിലെ അജീവീയ ഘടകങ്ങളാണ്. സബോഷികൾ എന്ന് വെച്ചാൽ എന്താണ്? സബോഷികൾ എന്ന് വെച്ചാൽ സബോഷികളുണ്ട്, പരപോഷികളുണ്ട് അല്ലേ? ഇപ്പോൾ സബോഷികൾ എന്ന് വെച്ചാൽ ഇപ്പം ആൽഗകൾ പൊങ്ങിക്കിടക്കുന്ന ഇതിൽ വരുന്ന സബോഷികൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് വരിക. സസ്യപ്ലവകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങൾ ഉണ്ടാവല്ലോ, അതാണ് എന്ന് പറയുന്നത് ഈ സസ്യപ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്ലവകങ്ങൾ നമുക്ക് SCRT എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പ്ലവകങ്ങൾ ഉണ്ടായിരിക്കും, പിന്നെ ആൽഗകൾ ഉണ്ടായിരിക്കും, പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? പൊങ്ങിക്കിടക്കുന്നതും മുങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള സസ്യങ്ങൾ, കുളത്തിൻ്റെ ഓരത്ത് വളരുന്ന സസ്യങ്ങൾ. അപ്പോൾ സബോഷികൾ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവയാണ് സബോഷികൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ചെടികളായിരിക്കും പ്രധാനമായിട്ടും സബോഷികളായിട്ട് വരാം. അവരാണല്ലോ സ്വന്തം ആഹാരം നിർമ്മിക്കുന്നില്ലേ, പ്രകാശ സംശ്ലേഷണം വഴി. അപ്പോൾ ഹരിത സസ്യങ്ങളും ആൽഗകളും ബാക്ടീരിയകളൊക്കെ എന്താണ്? സബോഷികളാണെന്ന് പറയാം. അതുപോലെ തന്നെ പരപോഷികൾ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കില്ല, മറ്റുള്ള ജീവികളെ ആയിരിക്കും ഇത് ആശ്രയിക്കുന്നുണ്ടായിരിക്കാം അല്ലെ? ഭക്ഷണത്തിനായിട്ട് മറ്റുള്ള സബോഷികൾ, അതായത് സസ്യങ്ങളെയോ മറ്റു ജീവികളെയൊക്കെ ആശ്രയിക്കും. എക്സാമ്പിളാണ് മൃഗങ്ങളും മനുഷ്യനും ഫംഗസ് ഒക്കെ വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് സബോഷികളുണ്ടെന്ന് പറയാം. സബോഷികൾ എന്ന് വെച്ചാൽ സസ്യങ്ങൾ. ഏതൊക്കെ സസ്യങ്ങളുണ്ട്? സസ്യപ്ലവകങ്ങളുണ്ട്, ആൽഗകളുണ്ട്, മുങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള സസ്യങ്ങളുണ്ട്, കുളത്തിൻ്റെ ഓരത്ത് വളരുന്ന സസ്യങ്ങളുണ്ട്, പരപോഷികൾ ഉണ്ടായിരിക്കും അല്ലേ? പരപോഷികൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സസ്യങ്ങളെ അതായത് സസ്യങ്ങളെ ആശ്രയിക്കുന്നവരായിരിക്കാം ഭക്ഷണത്തിനായിട്ട്, അല്ലെങ്കിൽ മറ്റു ജീവികളെ ആശ്രയിക്കുന്നവരായിരിക്കും. അപ്പോൾ പരപോഷികളായിട്ടുള്ള ഉപഭോക്താക്കൾ ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് ജന്തുപ്ലവകങ്ങൾ, ഉപരിതലത്തിലും അടിത്തട്ടിലുള്ള ജീവികൾ എന്നിവയൊക്കെ. പിന്നെ ആരൊക്കെ ഉണ്ടായിരിക്കും? വിഘാടകർ ഉണ്ടായിരിക്കും അല്ലേ? ഡിക്കമ്പോസേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതായത് വിഘാടകർ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ വരാം, ഫ്ലജലൈറ്റ് വരും, ഫംഗസ് വരും. ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ജീവീയ ഘടകങ്ങൾ. അപ്പോൾ ജീവീയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? സബോഷികൾ വരുന്നുണ്ട്, പരപോഷികൾ വരുന്നുണ്ട്, ഡിക്കമ്പോസേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വിഘാടകർ ഡിക്കമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകർ വരുന്നുണ്ട്. ഇവയൊക്കെ എന്താണ്? ജീവീയ ഘടകങ്ങളാണ്. അപ്പോൾ ഒരു കുളം നോക്കുകയാണെങ്കിൽ അവിടെ അജീവീയ ഘടകങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി, ജീവീയ ഘടകങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. അജീവീയ ഘടകങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ജീവനില്ലാത്തവയായിരിക്കും. ജീവീയ ഘടകങ്ങൾ എന്ന് വെച്ചാൽ ജീവൻ ഉള്ളവയായിരിക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രധാനമായിട്ടും ഒരു ആവാസ വ്യവസ്ഥയെ ആവാസ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഉൽപാദനക്ഷമത, വിഘടനം, ഊർജ്ജ പ്രവാഹം, പോഷകങ്ങളുടെ ചാക്രിക പ്രവാഹമാണെന്നല്ലേ? അപ്പോൾ ഇതിലെന്താണ് ഉൽപാദനക്ഷമത എന്ന് വെച്ചാൽ ജീവികൾ നിർമ്മിക്കുന്ന ജൈവപിണ്ഡത്തിൻ്റെ അളവാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ജൈവപിണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നതിന് നിരക്കാണ് ഉൽപാദനക്ഷമത എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് പ്രാഥമിക ഉൽപാദനക്ഷമതയുണ്ട്, അതുപോലെ തന്നെ പ്രാഥമിക ഉൽപാദനക്ഷമതയുണ്ട്, ദ്വിതീയ ഉൽപാദനക്ഷമതയുണ്ട്. എന്താണ് പ്രാഥമിക ഉൽപാദനക്ഷമത എന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണം വഴി ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് സസ്യങ്ങൾ നിർമ്മിക്കുന്ന ജൈവപിണ്ഡത്തിൻ്റെ അളവിനെയാണ് പ്രാഥമിക ഉൽപാദനം എന്ന് പറയുന്നത്. ഇത് ഭാരമായിട്ട് ഊർജ്ജമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രകാശ സംശ്ലേഷണം വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിണ്ഡത്തിൻ്റെ അളവിനെയാണ് പ്രാഥമിക ഉൽപാദനം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഗ്രാമിലോ അതായത് ഭാരത്തിലോ അല്ലെങ്കിൽ ഊർജ്ജമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സസ്യങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പാദകർ ജൈവപിണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നതിന് നിരക്കിനെ പ്രാഥമിക ഉൽപ്പാദനക്ഷമത എന്നാണ് പറയുന്നത്. പ്രാഥമിക ഉൽപ്പാദനക്ഷമത എന്ന് വെച്ചാൽ സസ്യങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു. സസ്യങ്ങളാണ് ഉൽപ്പാദകർ അല്ലേ? അപ്പോൾ പ്രകാശ സംശ്ലേഷണം വഴിയാണ് പ്രവർത്തനം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അവിടുത്തെ പ്രാഥമിക ഉൽപ്പാദനക്ഷമതയിൽ വരുന്നവയാണ് സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ യൂണിറ്റ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ട് തരം, അതായത് ഇത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണെന്ന് പറയുന്നു, അതുപോലെ തന്നെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പ്രൊഡക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉൽപ്പാദനക്ഷമത നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും എന്നിങ്ങനെയുണ്ട്.
എന്താണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു ആവാസ വ്യവസ്ഥയിൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആകെ ജൈവപിണ്ഡത്തിന് നിരക്കിനെ ഗ്രോസ് പ്രൈമറി എന്ന് പറയും. ഇതിൽ നിന്നും സസ്യങ്ങൾ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ബാക്കിയാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ പഠിച്ചത് പ്രാഥമിക ഉൽപ്പാദനക്ഷമതയാണ് അല്ലേ. പ്രാഥമിക ഉൽപ്പാദനക്ഷമത എന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നത്തെയാണ്, ആ ഒരു പിണ്ഡത്തെയാണെന്ന് പറയുന്നത് ഈ ഒരു പ്രാഥമിക ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭാരമായിട്ട് ഊർജ്ജമായിട്ട് കണക്കാക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെയൊക്കെയാണ്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നും അല്ലേ. അപ്പോൾ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ജൈവപിണ്ഡത്തിന്റെ നിരക്കിനെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. ഇതിൽ നിന്നും സസ്യങ്ങൾ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ബാക്കി വരുന്ന ഇത് ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആകെ ജൈവപിണ്ഡത്തിന്റെ അളവിനെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. അതായത് ആകെ പ്രാഥമിക ഉൽപ്പാദനക്ഷമത എന്ന് പറയും. ഇനി നെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബാക്കി വരുന്ന പ്രാഥമിക ഉൽപ്പാദനക്ഷമതയാണ് വരുന്നത് അല്ലേ. ബാക്കി വരുന്നത് ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ബാക്കി പ്രഥമ ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് നോക്കി ഇവിടെ നമുക്ക് ഈ ബാക്കി NPP കാണുന്നുണ്ടെങ്കിൽ GPPയിൽ നിന്നും 6 മൈനസ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഇനി പ്രാഥമിക ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രാഥമിക ഉൽപ്പാദനക്ഷമത എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രകാശ സംശ്ലേഷണത്തിലൂടെ ലഭിക്കുന്ന മൊത്തളവിനെയാണ് പറഞ്ഞത് അല്ലേ പ്രാഥമിക ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാധിക്കുന്ന ഘടകങ്ങൾ സസ്യവർഗ്ഗങ്ങൾ ഏതാണെന്ന് നോക്കും, പാരിസ്ഥിതിക ഘടകങ്ങൾ നോക്കും അല്ലേ, പോഷകങ്ങളുടെ ലഭ്യത, സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണ ക്ഷമത എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സസ്യവർഗ്ഗങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, അതുപോലെ പോഷകങ്ങളുടെ ലഭ്യത, പിന്നെ സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണ ക്ഷമത. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രാഥമിക ഉൽപ്പാദനക്ഷമത നമ്മൾ പറഞ്ഞു. എന്താണ് ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത്? ഈ പ്രധാനമായിട്ടും എക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകമാണ്. ഉൽപ്പാദനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികൾ നിർമ്മിക്കുന്ന ജൈവപിണ്ഡത്തിൻ്റെ അളവിനെയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രാഥമിക ഉൽപ്പാദനക്ഷമതയുണ്ട്, ദ്വിതീയ ഉൽപ്പാദനക്ഷമതയുണ്ട്. പ്രാഥമിക ഉൽപ്പാദനക്ഷമത എന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ലഭിക്കുന്ന അളവാണ് അല്ലേ. ഇതിൽ നമുക്ക് ഈ മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ന് വിളിക്കാം? ആകെ പ്രാഥമിക ഉൽപ്പാദനക്ഷമത എന്ന് വിളിക്കാം. ബാക്കി വരുന്ന അത് ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ന് വിളിക്കാം? ബാക്കി എന്ന് പറയുമ്പോൾ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ാണെന്നുണ്ടെങ്കിൽ ബാക്കി പ്രാഥമിക ഉൽപ്പാദനക്ഷമത എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ ഇത്രയും. അതുപോലെ തന്നെ ഈ പ്രാഥമിക ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് സസ്യവർഗ്ഗങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, പോഷകങ്ങളുടെ ലഭ്യത, സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണ ക്ഷമത. നെക്സ്റ്റ് വരുന്നത് ദ്വിതീയ ഉൽപ്പാദനക്ഷമതയാണ്. ദ്വിതീയ ഉൽപ്പാദനക്ഷമത എന്ന് വെച്ചാൽ ഉൽപ്പാദകരായ സസ്യങ്ങളെ ആശ്രയിച്ച് നിർമ്മിക്കുന്ന ജൈവപിണ്ഡത്തെയാണ് ദ്വിതീയ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പരപോഷികൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. മറ്റ് സസ്യങ്ങളെ അല്ലെങ്കിൽ ജീവികളെ ആശ്രയിക്കുന്നവയാണ് പരപോഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പാദകരായ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവ നിർമ്മിക്കുന്ന ജൈവപിണ്ഡത്തെയാണ് എന്ന് പറയുന്നത് ദ്വിതീയ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് പ്രാഥമിക ഉൽപ്പാദനക്ഷമത എന്താണ്, ദ്വിതീയ ഉൽപ്പാദനക്ഷമത കുറിച്ച് പഠിക്കാനായിട്ടുള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കാം. പറഞ്ഞ് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ജീർണനം അല്ലെങ്കിൽ വിഘടനമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് വിഘടനം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ എക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന ഘടകങ്ങളിൽ രണ്ടാമത്തെ പറഞ്ഞത് ജീർണനം അല്ലെങ്കിൽ വിഘടനമാണ്. സങ്കീർണ ജൈവവസ്തുക്കളെ വിഘാടകർ അജൈവ വസ്തുക്കളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, പോഷകങ്ങൾ എന്നിവയാക്കി മാറ്റുന്നതിനെയാണ് ജീർണനം അല്ലെങ്കിൽ വിഘടനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജീർണനം അല്ലെങ്കിൽ വിഘടനം എന്ന് പറയുന്നത്? സങ്കീർണ ജൈവവസ്തുക്കളെ വിഘാടകർ അജൈവ വസ്തുക്കളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, പോഷകങ്ങൾ എന്നിവയാക്കിയിട്ട് മാറ്റുന്നു. സസ്യഭാഗങ്ങളായ ഉണങ്ങിയ ഇലകൾ, കാണ്ഡം, പൂക്കൾ, മൃഗാവശിഷ്ടങ്ങൾ, വിസർജ്യങ്ങൾ എന്നിവയെല്ലാം ചേർന്ന വിഘടനത്തിന് വിധേയമാകുന്ന വസ്തുക്കളെ മൃതാവശിഷ്ടങ്ങൾ അഥവാ ഡിട്രൈറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് എന്താണ്? വിഘടനം എന്ന് വെച്ചാൽ സങ്കീർണ ജൈവവസ്തുക്കളെ എന്താക്കി മാറ്റും? കോംപ്ലക്സ് ആയിട്ടുള്ള മാറ്ററിനൊക്കെ നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്? അവിടെ അജൈവ വസ്തുക്കളാക്കി മാറ്റുന്നുണ്ട് അല്ലേ, ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെയാണ് അജൈവ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം അല്ലെ, പോഷകങ്ങൾ എന്നിവയാക്കി മാറ്റുന്നുണ്ട്. ഇതിനെയാണെന്ന് പറയുന്നത് ജീർണനം അല്ലെങ്കിൽ വിഘടനം എന്ന് പറയുന്നത്.
ഇങ്ങനെ സസ്യഭാഗങ്ങളായ ഉണങ്ങിയ ഇലകളും കാണ്ഡം, പൂക്കൾ, മൃഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ, വിസർജ്യങ്ങൾ ഇവയെല്ലാം ചേർന്ന് വിഘടനത്തിന് വിധേയമാകുന്ന വസ്തുക്കളെയാണ് എന്ന് പറയുന്നത് മൃതാവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അവശിഷ്ടങ്ങൾ വെച്ചാൽ എന്താണ്? ഇതിനൊക്കെ ഇതൊക്കെയാണ് ഇങ്ങനെ വിഘടനത്തിന് വിധേയമാകുന്ന വസ്തുക്കൾ, അതിനെയാണ് അവശിഷ്ടങ്ങൾ അല്ലേ, മൃതാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡിട്രൈറ്റസ് എന്നാണ് ഇതിനെ പറയുക. ഡിട്രൈറ്റസ് അല്ലെങ്കിൽ മൃതാവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് വിഘടനം എന്ന് വെച്ചാൽ സങ്കീർണ്ണ ജീവവസ്തുക്കളെ എന്താക്കി മാറ്റുന്നു? അജൈവ വസ്തുക്കളാക്കി മാറ്റുന്നു. അജൈവ വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വരിക? കാർബൺ ഡൈ ഓക്സൈഡും ജലം, പോഷകങ്ങൾ എന്നിവയൊക്കെയാണ് വരിക അല്ലേ. ഇങ്ങനെ മാറ്റുന്നത് എന്താണോ മാറ്റുന്നത്, അതായത് എന്തിനെയാണ് ഇപ്പോൾ നമ്മൾ ഇലാനെയാണ് ഇലൊക്കെ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇതാണ് ഇലയുടെ അവശിഷ്ടം എന്ന് പറയാം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ മൃതാവശിഷ്ടങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെയാണ് സസ്യഭാഗങ്ങളായിട്ടുള്ള ഉണങ്ങിയ ഇലകളും കാണ്ഡം, പൂക്കൾ, മൃഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ, മൃഗാവശിഷ്ടങ്ങൾ, വിസർജ്യങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഇങ്ങനെ വിഘടനത്തിന് വിധേയമാകുന്ന വസ്തുക്കളെയാണ് മൃതാവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഡിട്രൈറ്റസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ? ഇതിൽ എങ്ങനെയാണ് ജീർണത്തിന് പ്രധാനമായിട്ടും കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മണ്ണിര പോലെയുള്ള മൃതഭോജികൾ, മണ്ണിര പോലെയുള്ള മൃതഭോജികൾ മൃതാവശിഷ്ടങ്ങളെ ചെറിയ കണികളാക്കി മാറ്റുന്നതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. മണ്ണിര പോലെയുള്ളതിനെയാണ് ഇങ്ങനെ ചെറിയ കണികളാക്കി മാറ്റുന്നതിന് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നു. ഇനി ലീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? ജലത്തിൽ ലയിക്കുന്ന അജൈവ പോഷകങ്ങൾ മണ്ണിൻ്റെ അടിത്തട്ടിലെത്തിയിട്ട് ലഭ്യമല്ലാത്ത ലവണങ്ങളായി മാറുന്നു. ജലത്തിൽ ലയിക്കുന്ന അജൈവ പോഷകങ്ങളൊക്കെ ഈ മണ്ണിന് ഏറ്റവും താഴെയായിട്ട് പോയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപചയം അല്ലെങ്കിൽ കാറ്റാബോളിസം. ബാക്ടീരിയ ഫംഗസ് എന്നിവയിലെ രാസാഗ്നികൾ മൃതാവശിഷ്ടങ്ങളെ ലഘുവായ അജൈവ വസ്തുക്കളാക്കി മാറ്റുന്നു. അപചയം അല്ലെങ്കിൽ കാറ്റാബോളിസം എന്ന് വെച്ചാൽ എന്താണ്? ബാക്ടീരിയ ഫംഗസ് എന്നിവയിലുള്ള രാസാഗ്നികൾ മൃതാവശിഷ്ടങ്ങളെ ലഘുവായിട്ടുള്ള അജൈവ വസ്തുക്കളാക്കി മാറ്റുന്നതാണ് അപചയം അല്ലെങ്കിൽ കാറ്റാബോളിസം എന്ന് പറയുന്നത്. ഇനി ഹ്യൂമിഫിക്കേഷൻ. എന്താണ് ഹ്യൂമിഫിക്കേഷൻ? ഇരുണ്ട നിറത്തിലുള്ള അമോർഫസ് വസ്തുവായ ഹ്യൂമസ് ഉണ്ടാക്കുന്നതിനാണ് ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂമസ് ഉണ്ടാക്കുന്നത്. അതായത് സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് കൊണ്ട് ഹ്യൂമസിൻ്റെ ജീർണനം വളരെ സാവധാനം മാത്രമേ നടക്കൂ. കൊളോയിഡ് രൂപത്തിലുള്ള ഹ്യൂമസ് പോഷകങ്ങളുടെ സംഭരണ കേന്ദ്രമാണ്. കൊളോയിഡ് രൂപത്തിലുള്ള ഹ്യൂമസ് എന്ന് പറയുന്നത് പോഷകങ്ങളുടെ സംഭരണ കേന്ദ്രമാണ്. അപ്പോൾ ഹ്യൂമിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇരുണ്ട നിറത്തിലുള്ള അമോർഫസ്, അതായത് പരരൂപമല്ലാത്ത വസ്തുവാണ്. ഈ വസ്തു ഹ്യൂമസ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കാൻ കഴിവുണ്ട് ഇതിനൊക്കെ. അതിനാൽ തന്നെ ഈ ജീർണനം ഭയങ്കര പദ്ധതിയിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ കൊളോയിഡ് രൂപത്തിലാണ് ഈ ഹ്യൂമസ് കാണപ്പെടുന്നത്. ഇവ എന്ന് വെച്ചാൽ എന്താണ്? പോഷകങ്ങളുടെ സംഭരണ കേന്ദ്രം കൂടിയാണ്. നെക്സ്റ്റ് വരുന്നത് ധാതുവൽക്കരണം അല്ലെങ്കിൽ മിനറലൈസേഷൻ ആണ്. ധാതുവൽക്കരണം എന്ന് വെച്ചാൽ ചില സൂക്ഷ്മജീവികൾ ഹ്യൂമസിനെ വിഘടിപ്പിച്ചിട്ട് അജൈവ പോഷകങ്ങൾ സ്വതന്ത്രമാക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഹ്യൂമസ് ഹ്യൂമിഫിക്കേഷൻ പറഞ്ഞു അല്ലേ. അങ്ങനെ ഈ ഹ്യൂമസിനെ വിഘടിപ്പിച്ചിട്ട് അജൈവ പോഷകങ്ങളാക്കി മാറ്റുന്നതിനെയാണ് ധാതുവൽക്കരണം അല്ലെങ്കിൽ മിനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഘടകങ്ങൾ പറഞ്ഞത്? ഫ്രാഗ്മെൻറ്റേഷൻ പറഞ്ഞു. ഫ്രാഗ്മെൻറ്റേഷൻ വെച്ചാൽ ഒന്നുമില്ല, മണ്ണിനെ പോലുള്ള ഈ മൃതഭോജികൾ അല്ലെങ്കിൽ മൃതാവശിഷ്ടങ്ങളൊക്കെ ചെറിയ കണികളാക്കി മാറ്റുന്നതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. ഇനി ലീച്ചിങ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ജലത്തിൽ ലയിക്കുന്ന ഈ അജൈവ പോഷകങ്ങളൊക്കെ മണ്ണിൻ്റെ ഏറ്റവും അടിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതെന്താണ്? ലഭ്യമല്ലാത്ത ലവണങ്ങളായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇനി അപചയം അല്ലെങ്കിൽ കാറ്റാബോളിസം എന്ന് വെച്ചാൽ ബാക്ടീരിയ, ഫംഗസ് എന്നിവയിലുള്ള രാസാഗ്നികൾ മൃതാവശിഷ്ടങ്ങളെ ലഘുവായ അജൈവ വസ്തുക്കളാക്കി മാറ്റുന്നു. ബാക്ടീരിയ, ഫംഗസ് എന്നിവയിലെ രാസാഗ്നികൾ മൃതാവശിഷ്ടങ്ങളെ ചെറുതാക്കി മാറ്റുന്നതിനെയാണ് എന്ന് പറയുന്നത് അപചയം അല്ലെങ്കിൽ കാറ്റാബോളിസം എന്ന് പറയുന്നത്. മണ്ണിരയുടെ കേസിൽ നമ്മൾ പറഞ്ഞതായിരുന്നു ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഇനി ബാക്ടീരിയ, ഫംഗസ് എന്നിവയിലെ രാസാഗ്നികൾ ഉപയോഗിച്ചിട്ട് അജൈവ വസ്തുക്കളാക്കി മാറ്റുന്നതിന് എന്ന് പറയുന്നത് അപചയം അല്ലെങ്കിൽ കാറ്റാബോളിസം എന്ന് പറയുന്നത്. ഹ്യൂമിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹ്യൂമസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അല്ലേ. ഹ്യൂമസ് എന്ന് പറയുന്നത് കൊളോയിഡ് രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ പോഷകങ്ങളുടെ സംഭരണ കേന്ദ്രം കൂടിയാണ് ഹ്യൂമിഫിക്കേഷൻ. ഇരുണ്ട നിറത്തിലുള്ള അമോർഫസ് ആണ് ഈ ഹ്യൂമസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ധാതുവൽക്കരണം എന്ന് വെച്ചാൽ ഹ്യൂമസ് അല്ലെങ്കിൽ മിനറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഹ്യൂമസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഈ ഹ്യൂമസ് അജൈവ പോഷകങ്ങൾ വിഘടിപ്പിച്ചത്, അതായത് ഹ്യൂമസിനെ വിഘടിപ്പിച്ചിട്ട് അജൈവ പോഷകങ്ങൾ സ്വതന്ത്രമാക്കുന്നുണ്ടെങ്കിൽ അതിനെ ധാതുവൽക്കരണം അല്ലെങ്കിൽ മിനറലൈസേഷൻ എന്ന് പറയുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ച പിക്ചറാണിത് കേട്ടോ. ഓക്കെ, മണ്ണിൽ വളരുന്ന ഒരു സസ്യം. അപ്പോൾ അതിൽ നിന്ന് ഒരു പച്ചില അല്ലെ ഒരു ഇല മണ്ണിലേക്ക് വീഴുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് ഭാഗം പ്രാണികൾ കഴിക്കും, മറ്റു ജീവികളൊക്കെ കഴിക്കും. പോഷകങ്ങളും ഊർജ്ജവും ഭക്ഷ്യശൃംഖലയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? വേറെ ആൾക്കാർ കഴിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പോഷകങ്ങളും ഊർജ്ജമൊക്കെ ഈ ജീവികളിലേക്കാണ് പോകുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ കുറച്ച് പോഷകങ്ങൾ രാസപ്രക്രിയയുടെ ഭാഗമായിട്ട് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും അല്ലേ. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? വിഘടനം സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയൊക്കെ. ഒന്നെന്ന് പറയുന്നത് ഫംഗസ്, ബാക്ടീരിയ മുതലായ വിഘാടകർ ഇലകളെ ഭാഗികമായിട്ട് ആഹാരമാക്കും. അവ രൂപം മെടിഞ്ഞ് മൃതാവശിഷ്ടങ്ങളാക്കും അല്ലേ. അതായത് ഫംഗസും ബാക്ടീരിയൊക്കെ ഇവയെ കഴിക്കും. അങ്ങനെ അവർ ചത്തുപോകുമ്പോൾ അല്ലേ അവർ
ഈ രൂപം വെടിഞ്ഞിട്ട് മൃതാവശിഷ്ടങ്ങളായിട്ട് മാറും. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? മണ്ണിര, ബാക്ടീരിയ, മണ്ണിലെ ചിതലുകൾ, ഫംഗസ് എന്നിവ തുടർന്നുള്ള വിഘടനം നടത്തും. അതുപോലെ തന്നെ അതായത് നമ്മൾ പറഞ്ഞു ഫംഗസും ബാക്ടീരിയയും ഒക്കെ മുതലായ വിഘാടകരൊക്കെ ഇലകളെ ഭാഗികമായിട്ട് ആഹാരമാക്കുന്നു പറഞ്ഞു. അങ്ങനെ പിന്നീട് ഇവർ മൃതാവശിഷ്ടങ്ങളായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നതൊക്കെ ഇതിൽ ലയിക്കാണ്, മണ്ണിൽ ലയിക്കാണ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിലും ഈ മണ്ണിര അതുപോലെ തന്നെ അതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ടീരിയയും ഫംഗസിൻ്റെയും കാര്യമാണ് പറഞ്ഞത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ മണ്ണിര, ബാക്ടീരിയ, മണ്ണിലെ ചിതലുകൾ, ഫംഗസ് എന്നിവ തുടർന്നുള്ള വിഘടനം നടത്തും. ബാക്കി വിഘടനം നടത്തുന്നത് ആരൊക്കെയാണ്? മണ്ണിരയും ബാക്ടീരിയയും മണ്ണിലെ ചിതലുകളുമാണ്. അപ്പോൾ വിഘടനം നടത്തും. അപ്പോൾ വിഘടനം നടത്തിയാൽ നമ്മൾ പറഞ്ഞു പോഷകങ്ങളൊക്കെ മണ്ണിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ജൈവസമ്പുഷ്ടമായ മണ്ണ് ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ കുറച്ച് ഈ ഇലകളൊക്കെ നമ്മൾ പറഞ്ഞു ഇലകൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ കഴിക്കാൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ നേരെ അവിടെ ഈ സംഭവങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്ടീരിയ ഫംഗസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ എന്താണ് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനാണ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ എന്താണ് ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും മണ്ണ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റൊരു കഴിക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അവർ വിഘടിപ്പിച്ചിട്ട് അല്ലേ ഇത് എന്താണ് ഈ ഒരു മണ്ണ് ജൈവസമ്പുഷ്ടമാകുന്നുണ്ട്. പിന്നീട് ഈ ഒരു മണ്ണെന്ന് പറയുന്നത് പിന്നീട് വീണ്ടും മരങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലേ. മണ്ണ് ഫലഭൂയിഷ്ടമായ മണ്ണിലാണ് പിന്നീട് വീണ്ടും മരങ്ങൾ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ എന്താണ് ഒരു കര ആവാസ വ്യവസ്ഥയിലെ ജീർണത്തെ, അതായത് ഈ ഡിക്കമ്പോസിഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി ജീർണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? മൃതാവശിഷ്ടങ്ങളുടെ രാസഘടന, അതായത് ലിഗ്നിൻ, കൈറ്റിൻ പോലെയുള്ള വസ്തുക്കൾ അടങ്ങിയ മൃതാവശിഷ്ടങ്ങളുടെ ജീർണനം സാവധാനവും നൈട്രജൻ, പഞ്ചസാര പോലുള്ള വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ എന്നിവയുള്ള മൃതാവശിഷ്ടങ്ങളുടെ ജീർണനം വേഗത്തിലുമായിരിക്കും. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൃതാവശിഷ്ടങ്ങളാകുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ അവശിഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ജീവികളിൽ എന്തുണ്ടായിരിക്കും? ലിഗ്നിൻ ഉണ്ടായിരിക്കാം, കൈറ്റിൻ പോലെയുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവയാണെന്നുണ്ടെങ്കിൽ ജീർണിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ ഇവ ഭയങ്കര സ്ലോ പ്രോസസ്സാണ് നടക്കാം. എന്നാൽ നൈട്രജൻ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള മൃതാവശിഷ്ടങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര സ്പീഡിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. ഇനി കാലാവസ്ഥ, ചെറിയ ചൂടും ഈർപ്പവും ജീർണത്തിന് അനുകൂലമാണ്. ചെറിയ ചൂടും ഈർപ്പമാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ ജീർണത്തിന് അനുകൂലമാണ്. എന്നാൽ താഴ്ന്ന താപനിലയും ഓക്സിജൻ്റെ അഭാവമാണെങ്കിൽ ജീർണത്തെ തടയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഘടകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് മൃതാവശിഷ്ടങ്ങളെ രാസഘടനയാണ്, അതുപോലെ തന്നെ കാലാവസ്ഥയാണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു ഈ ഒരു എക്കോസിസ്റ്റത്തെ ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ പറഞ്ഞു മൂന്നാമത്തെ എന്തായിരുന്നു? അടിസ്ഥാന ഘടകങ്ങളിൽ പറഞ്ഞത് ഊർജ്ജപ്രവാഹമാണ് അല്ലേ. ഊർജ്ജപ്രവാഹമാണ്. ആഴക്കടലിലെ ഹൈഡ്രോ തെർമൽ ആവാസ വ്യവസ്ഥയൊഴികെ ഭൂമിയിലെ എല്ലാ ജീവികളുടെയും ഊർജ്ജ ഉറവിടം സൂര്യനാണ്. അപ്പോൾ ഭൂമിയിലെ എല്ലാ ജീവികളുടെയും ഊർജ്ജ ഘടകം ചോദിക്കുകയാണെങ്കിൽ സൂര്യൻ തന്നെയാണ്. എന്നാൽ അവിടെ എക്സെപ്ഷൻ പറയുന്നുണ്ട്, ആഴക്കടലിലെ ഹൈഡ്രോ തെർമൽ ആവാസ വ്യവസ്ഥ അല്ലാതെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഊർജ്ജ ഉറവിടം സൂര്യനാണ് അല്ലേ. ഉൽപാദകരായ സസ്യങ്ങൾ സൗരോർജ്ജ സഹായത്താൽ അജൈവ തന്മാത്രകൾ ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നു. അതായത് പ്രകാശ സംശ്ലേഷണത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നു? ഉൽപാദകർ എന്താ ചെയ്യുന്നത്? ഈ സൂര്യനിൽ നിന്നുള്ള അല്ലെങ്കിൽ സൂര്യൻ്റെ സഹായത്താൽ സൗരോർജ്ജ സഹായത്താലാണ് അജൈവ തന്മാത്രകൾ ഉപയോഗിച്ചിട്ട് ആഹാരം നിർമ്മിക്കുന്നത്. മറ്റ് ജീവികൾ ആഹാരത്തിനായിട്ട് നേരിട്ടോ അല്ലാതെയോ സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഇവയാണ് ഉപഭോക്താക്കൾ അല്ലേ. ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ എന്താണ്? നേരിട്ടല്ലാതെ തന്നെ ആഹാരത്തിനായിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ന് വിളിക്കാം ഉപഭോക്താക്കൾ എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ ഉൽപാദകർ എന്ന് പറയുന്നത് ആരാണ്? സസ്യങ്ങളാണ്, ഹരിത സസ്യങ്ങളാണ് ഉൽപാദകർ എന്ന് പറയുന്നത്. ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ എന്താണ്? സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ സൗരോർജ്ജം എല്ലാ ജീവികളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മൾ പറഞ്ഞ പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് സസ്യങ്ങൾക്ക് എന്ത് ലഭിക്കുന്നത്? സൗരോർജ്ജം അല്ലേ. സൗരോർജ്ജം ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഈ സസ്യങ്ങൾക്ക് ഈ ഒരു സൗരോർജ്ജം ലഭിക്കുന്നുണ്ടെങ്കിലും മറ്റ് ജീവികൾ ഇവ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഊർജ്ജം എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ജീവികളിലേക്ക് കൈമാറുന്നുണ്ട്. ഇങ്ങനെ ആഹാരാശ്രയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളെ നിരത്തുമ്പോൾ രൂപപ്പെടുന്നതാണ് ഭക്ഷ്യശൃംഖല. ഇങ്ങനെ നമ്മൾ എന്താണ് ഈ ആഹാരം കിട്ടുന്നതിനനുസരിച്ച് അല്ലേ, നമ്മൾ ഈ ഒരു ആഹാരത്തിൻ്റെ ക്രമം അനുസരിച്ച് ആഹാരം കിട്ടുന്ന അനുസരിച്ചിട്ട് നമ്മൾ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ന് പറയാം ആഹാര ശൃംഖല എന്ന് പറയാം അല്ലേ. ഉൽപാദകരായ സസ്യങ്ങളും അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളും ചേർന്ന ഭക്ഷ്യശൃംഖലയാണ് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല. ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഭക്ഷ്യശൃംഖല എന്താണെന്ന് STRയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഗ്രേസിങ്ങും അതുപോലെ തന്നെ മൃതാവിശിഷ്ട ഭക്ഷ്യശൃംഖലയും എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ രണ്ട് ടേംസ് പഠിച്ചു വെച്ചിരിക്കുക. ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് വെച്ചാൽ ഉൽപാദകരായിട്ടുള്ള സസ്യങ്ങൾ, ഉൽപാദകർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ സസ്യങ്ങളാണ് അല്ലേ. അതെപ്പോഴും ചോദിക്കാറുണ്ട് PSC ഉൽപാദകർ എന്താണെന്നുള്ളത് ഹരിത സസ്യങ്ങളാണ്. അപ്പോൾ ഈ ഉൽപാദകരായിട്ടുള്ള സസ്യങ്ങളും പിന്നെ ഇവ ആശ്രയിക്കുന്ന ജീവികളുണ്ടല്ലോ, ഇവ ആശ്രയിക്കുന്ന ജീവികളും കൂടിയിട്ട് വരുന്നതിനെയാണെന്ന് പറയുന്നത് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. എന്നാൽ പരപോഷികളായ സൂക്ഷ്മജീവികൾ പിന്നെ ഫംഗസ് ഉൾപ്പെടുന്ന വിഘാടകരും ചേർന്നതാണ് മൃതാവശിഷ്ട ഭക്ഷ്യശൃംഖല. എന്താ പറഞ്ഞത്?
പരപോഷികളായ ജീവികളെ ശവോപജീവികൾ, മൃതഭോജികൾ എന്ന് വിളിക്കാറുണ്ട്. അതായത് നമ്മളിവിടെ പറഞ്ഞത് ഗ്രേസിയും ഭക്ഷ്യശൃംഖല എന്ന് വെച്ചാൽ സസ്യങ്ങളും വരും, അതുപോലെ തന്നെ സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികളും വരും. എന്നാൽ മൃതാവശിഷ്ട ഭക്ഷ്യശൃംഖല എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ശവോപജീവികൾ അല്ലെങ്കിൽ മൃതഭോജികൾ എന്നൊക്കെ വിളിക്കുന്നത് സസ്യങ്ങൾ ഉണ്ടായിരിക്കില്ല, അതിൽ പരപോഷികൾ ഉണ്ടായിരിക്കില്ലേ, പരപോഷികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടായിരിക്കും, ഫംഗസ് ഉണ്ടായിരിക്കും, വിഘാടകർ ഉണ്ടായിരിക്കും. പരപോഷികളായിട്ടുള്ള സൂക്ഷ്മജീവികളും ഫംഗസും വിഘാടകരും വരാണെന്നുണ്ടെങ്കിൽ ഇവയെ എന്ന് വിളിക്കാം മൃതാവശിഷ്ട ഭക്ഷ്യശൃംഖല എന്ന് വിളിക്കാം. ഇവയാണ് മൃതഭോജികളെന്നും ശവോപജീവികൾ എന്ന് വിളിക്കുന്നത്. ശവോപജീവികൾ നമ്മൾ SCERT കണ്ടിട്ടുണ്ടാവും ആ ഒരു വാക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ പരപോഷികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ, ഫംഗസ്, പിന്നെ ഡിക്കമ്പോസേഴ്സ് അതായത് വിഘാടകർ അല്ലേ, അവരൊക്കെ ഉൾപ്പെടുന്നതാണ് മൃതാവശിഷ്ട ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. ഇവയാണ് ശവോപജീവികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ ട്രോഫിക തലം അല്ലെങ്കിൽ പോഷണ തലം എന്നാണ് വിളിക്കുന്നത്. ഭക്ഷ്യശൃംഖലയിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ജീവിയുടെ സ്ഥാനത്തെയാണ് വിളിക്കുന്നത് പോഷണ തലം എന്ന് വിളിക്കുന്നത്. ഉൽപാദകർ ഒന്നാമത്തെ പോഷണതലത്തിലാണ്, സസ്യബുക്കുകൾ രണ്ടാമത്തെ പോഷണതലത്തിലാണ്, മാംസബുക്കുകൾ മൂന്നാമത്തെ ട്രോഫിക തലങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ 1, 2, 3 പോഷണതലം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പോഷണതലത്തിൽ ഉണ്ടായിരിക്കുന്ന സസ്യങ്ങളായിരിക്കും, രണ്ടാമത്തേൽ സസ്യബുക്കുകളും മൂന്നാമത്തേൽ മാംസബുക്കുകളാണ് ഉണ്ടായിരിക്കുക. അപ്പം ഇവിടെ നമുക്ക് നോക്കി ഫസ്റ്റ് ഉൽപാദകർ തന്നിട്ടുണ്ട് അല്ലേ, ഉൽപാദകർ പ്രൊഡ്യൂസർ. അപ്പോൾ ഉൽപാദകരാണ് അവിടുത്തെ ഒന്നാമത്തെ പോഷണതലം. ഇത് തെറ്റരുത്, ഈ ഒരു കോൾ ഉണ്ടല്ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കാറുണ്ട് PSC കേട്ടോ. അപ്പോൾ ഉൽപാദകർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പോഷണതലത്തിലാണ് വരിക അല്ലേ. ഒന്നാമത്തെ പോഷണതലത്തിൽ ആരാണ് വരുന്നത്? ഉൽപാദകരാണ് വരുന്നത്. പഠിച്ചു വെച്ചിരിക്കും ഒന്നാമത്തെ പോഷണതലത്തിലാണ് ഉൽപാദകർ വരുന്നത്. ഉൽപാദകർ ഒന്നാമത്തെ പോഷണതലമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പോഷണതലത്തിൽ ഉൽപാദകരാണ് വരിക. ഉൽപാദകർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സസ്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ സസ്യപ്ലവകങ്ങളും പുല്ലും വൃക്ഷങ്ങളൊക്കെയാണ് ഒന്നാമത്തെ പോഷണതലത്തിൽ വരിക. നെക്സ്റ്റ് രണ്ടാമത്തിൽ നോക്കുകയാണെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കളാണ്. പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ ആരാണ് വരിക? രണ്ടാമത്തെ പോഷണതലമാണ് പ്രാഥമിക ഉപഭോക്താക്കൾ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ പോഷണതലത്തിലാണ്, രണ്ടാമത്തെ പോഷണതലം എന്ന് പറയുന്നത് പ്രാഥമിക ഉപഭോക്താക്കളാണ്. പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ സസ്യബുക്കുകളാണ് അല്ലേ. സസ്യബുക്കുകളാണ് പ്രാഥമിക ഉപഭോക്താക്കൾ, പഠിച്ചു വെച്ചിരിക്കുക. സസ്യബുക്കുകളാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. ഓക്കെ, ഉൽപാദകരാണ് സസ്യങ്ങൾ. ഉൽപാദകർ സസ്യങ്ങളാണ്. ഉൽപാദകർ ഒന്നാമത്തെ പോഷണതലമാണ്, സസ്യങ്ങളാണ്. ഇനി സസ്യബുക്കുകൾ ചോദിക്കുകയാണെങ്കിലോ രണ്ടാമത്തെ പോഷണതലമാണ്, പ്രാഥമിക ഉപഭോക്താക്കളാണ്. അതാണ് ആ ഒരു പേര് അവിടെ തെറ്റരുത്, പ്രാഥമിക ഉപഭോക്താക്കളാണ് കേട്ടോ. പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യബുക്കുകൾ. അപ്പോൾ സസ്യബുക്കുകൾ എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ കഴിക്കുന്നത് ആരൊക്കെയാണ്? ജന്തുപ്ലവകങ്ങൾ കഴിക്കും, പുൽച്ചാടി മഷൊക്കെ കഴിക്കും അല്ലേ. നെക്സ്റ്റ് വരുന്നത് ദ്വിതീയ ഉപഭോക്താക്കളാണ്. ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ മൂന്നാമത്തെ പോഷണതലമാണ്. അപ്പോൾ മൂന്നാമത്തെ പോഷണതലത്തിൽ ദ്വിതീയ ഉപഭോക്താക്കളാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഉൽപാദകർ കഴിഞ്ഞതിന് ശേഷം പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ എന്നാണ് ആ ഒരു ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ മൂന്നാമത്തെ പോഷണതലമാണ്. പോഷണതലം നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെയാണ്, ഉപഭോക്താക്കൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെയാണ് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ പോഷണതലത്തിൽ മാംസബുക്കുകളാണ് വരിക. മാംസബുക്കുകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? പക്ഷികളും മത്സ്യങ്ങളും ചെന്നായൊക്കെ വരും അല്ലേ. ഈ സസ്യബുക്കുകളെ ആഹാരമാക്കുന്നതാണ് മാംസബുക്കുകൾ. അപ്പോൾ പക്ഷികളും മത്സ്യങ്ങളും ചെന്നായൊക്കെ വരും. നെക്സ്റ്റ് തൃതീയ ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ മിശ്ര ബുക്കുകളാണ് അല്ലേ. അതായത് നാലാമത്തെ പോഷണതലമാണ്. ഉയർന്ന തലത്തിലുള്ള മാംസബുക്കുകളാണ് ഇവിടെ വരാം. അതായത് മനുഷ്യനും സിംഹമൊക്കെ എന്താണ് നാലാമത്തെ പോഷണതലത്തിലാണ്, അതായത് തൃതീയ ഉപഭോക്താക്കളാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചിരിക്കുക. ഉൽപാദകർ എന്ന് വെച്ചാൽ എന്താണ്? സസ്യങ്ങളാണ്, ഒന്നാമത്തെ പോഷണതലമാണ്. രണ്ടാമത്തെ പോഷണതലത്തിൽ സസ്യബുക്കുകളാണ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കൾ എന്നാണ് ഇവരെ അറിയപ്പെടുക. ജന്തുപ്ലവകങ്ങളും പുൽച്ചാടി മഷൊക്കെ വരും. മൂന്നാമത്തെ പോഷണതലം എന്ന് വെച്ചാൽ മാംസബുക്കുകളാണ്, ദ്വിതീയ ഉപഭോക്താക്കളാണ്, പക്ഷികളും മത്സ്യങ്ങളും ചെന്നായും വരും. നാലാമത്തെ പോഷണതലം എന്ന് വെച്ചാൽ എന്താണ്? തൃതീയ ഉപഭോക്താക്കളാണ്, എക്സാമ്പിൾ മനുഷ്യനും സിംഹമൊക്കെയാണ്. ഇനി ഓരോ ട്രോഫിക തലം കഴിയുമ്പോഴും ഊർജ്ജത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. പ്രകൃതിയിൽ പല ഭക്ഷ്യശൃംഖലകൾ പരസ്പരം ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ പരസ്പര ബന്ധിതരായ ഭക്ഷ്യശൃംഖലകളെ ഭക്ഷ്യശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് വിളിക്കണം. അതായത് ഓരോ ട്രോഫിക് തലം കഴിയുമ്പോഴും ഊർജ്ജത്തിൻ്റെ അളവ് കുറഞ്ഞാണ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഊർജ്ജം വരുന്നതെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണത്തിലാണെങ്കിൽ സൂര്യൻ്റെ ഊർജ്ജം അല്ലെ സൗരോർജ്ജം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ഭക്ഷണമാക്കുമ്പോൾ മറ്റേ ജീവികൾക്ക് വരും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അവിടെ എന്താണ് ഊർജ്ജം കുറയാണ് ചെയ്യുന്നത്. പല ഭക്ഷ്യശൃംഖലകൾ ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിനെയാണ് ഭക്ഷ്യശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഓരോ ട്രോഫിക തലത്തിലും ഒരു നിശ്ചിത സമയത്ത് നിലവിലുള്ള ആകെ ജൈവപിണ്ഡത്തിൻ്റെ അളവാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ട്രോഫിക് തലം നമ്മൾ പറഞ്ഞു. അവിടെ നിശ്ചിത സമയത്തുള്ള ജൈവപിണ്ഡത്തിൻ്റെ അളവിൽ ഒരു നിശ്ചിത സമയത്തുള്ള ജൈവപിണ്ഡത്തിൻ്റെ അളവിനെയാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത സ്ഥലത്തെ ജൈവപിണ്ഡമോ ജീവികളുടെ എണ്ണമോ ആയിട്ടാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് കണക്കാക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലത്തെ ജൈവപിണ്ഡം അല്ലെങ്കിൽ ജീവികളുടെ എണ്ണത്തെയൊക്കെയാണ് സ്റ്റാൻഡിങ് ക്രോപ്പിൽ പറയുന്നത്. ഒരു പോഷണത്തിൽ നിന്ന് അടുത്ത പോഷണതലത്തിലേക്ക് 10% ഊർജ്ജം മാത്രമാണ് കൈമാറപ്പെടുന്നത്. ഇതിനെ 10% നിയമം എന്ന് വിളിക്കുന്നു. ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് PSC ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് 10% അല്ലേ, 10% ഊർജ്ജം മാത്രമാണ് ഇങ്ങനെ ഓരോ പോഷണതലത്തിലേക്ക് പോകുന്നത് അല്ലേ, നഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ 10% നിയമം എന്നാണ് പറയുന്നത്. അതായത് ഒരു പോഷണതലത്തിൽ നിന്ന്
മറ്റൊരു പോഷണ തലത്തിലേക്ക് പോകുമ്പോൾ 10% ഊർജ്ജമാണ് അവിടെ കൈമാറപ്പെടുന്നത്. ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിലെ ട്രോഫിക് തലം അല്ലെങ്കിൽ പോഷണതലങ്ങളുടെ എണ്ണം കുറവായിരിക്കുന്നതിന് കാരണം ഇതാണ്. അതിനാൽ തന്നെ ഗ്രേസിംഗ് പോഷണതലത്തിൽ എന്താണ് അവിടെ ട്രോഫിക് തലം വളരെ കുറവാണ്. ഇനി എന്താണ് എക്കോളജിക്കൽ പിരമിഡുകൾ എന്ന് വെച്ചാൽ? എക്കോളജിക്കൽ പിരമിഡ് എന്ന് വെച്ചാൽ എന്താണ്? വ്യത്യസ്ത ട്രോഫിക തലത്തിലുള്ള ജീവികൾ തമ്മിലുള്ള ആഹാരബന്ധം, ഊർജ്ജബന്ധം എന്നിവ സൂചിപ്പിക്കുന്ന ചിത്രീകരണമാണ് പിരമിഡുകൾ. പിരമിഡ് എന്ന് വെച്ചാൽ വ്യത്യസ്ത ട്രോഫിക തലം, നമ്മൾ പറഞ്ഞു ഒന്നാം പോഷണതലമുണ്ട്, രണ്ടാം പോഷണതലമുണ്ട് അല്ലേ, ഇങ്ങനെ പല പോഷണതലങ്ങളിൽ ഉള്ള ജീവികൾ തമ്മിലുള്ള ആഹാരബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. പിരമിഡിൻ്റെ ഏറ്റവും താഴെ ആരാണ് ഉണ്ടായിരിക്കുക? ഉൽപാദകരായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അതിന് മുകളിലായിട്ടായിരിക്കും പലതരത്തിലുള്ള ഉപഭോക്താക്കൾ വരുന്നുണ്ടായിരിക്കുക അല്ലേ. ഒന്നാം പോഷണതലം, രണ്ടാം പോഷണതലമൊക്കെ പറഞ്ഞില്ല, അതേ സെയിം തന്നെ അവിടെ നമ്മൾ പറഞ്ഞു ഉപഭോക്താക്കൾ, പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞല്ലോ, അതേ സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് സംഖ്യാ പിരമിഡ് എന്ന് വെച്ചാൽ? സംഖ്യാ പിരമിഡ് എന്ന് വെച്ചാൽ ഓരോ ട്രോഫിക് തലങ്ങളിലുമുള്ള ജീവികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നു. ഇവിടെ ജീവികളുടെ എണ്ണം അല്ലേ. സംഖ്യാ പിരമിഡ് എന്ന് വെച്ചാൽ എന്താണ്? സംഖ്യ എന്ന് വെച്ചാൽ സംഖ്യയല്ലേ, അതായത് ജീവികളുടെ എണ്ണമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ജീവികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുകയാണ് ചെയ്യുക, അതിനെയാണ് സംഖ്യാ പിരമിഡ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു വലിയ മരവും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളുടെ എണ്ണവും കണക്കിലെടുക്കുകയാണെങ്കിൽ പിരമിഡിൻ്റെ ആകൃതി മാറും. നമ്മൾ ഇനി ഒരു വലിയ മരം എടുത്തു, ഈ വലിയ മരത്തിനെ ആശ്രയിച്ചിരിക്കുന്ന ജീവികളുടെ എണ്ണമാണ് നോക്കുന്നതെങ്കിൽ അവിടെ നമുക്കറിയാം ചെറിയ പക്ഷികളുണ്ടായിരിക്കും, വലിയ പക്ഷികളുണ്ടായിരിക്കും, ഷഡ്ഭുതങ്ങളുണ്ടായിരിക്കും. അങ്ങനെ എണ്ണം എടുക്കുകയാണെങ്കിൽ പിരമിഡിൻ്റെ ആകൃതി മാറും. അല്ലാന്നുണ്ടെങ്കിൽ പിരമിഡിൻ്റെ ആകൃതി ഇതുപോലെയാണ് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കാം. ഇനി ജൈവപിണ്ഡ പിരമിഡ് എന്ന് വെച്ചാൽ എന്താണ്? വിവിധ ട്രോഫിക് തലങ്ങളിലുള്ള ജീവികളുടെ ജൈവപിണ്ഡം ബയോമാസിനെ സൂചിപ്പിക്കുന്നവയാണ്. അതായത് ജലാശയങ്ങളിലെ ആഹാര ശൃംഖലകളിലൊഴികെ ജൈവപിണ്ഡ പിരമിഡ് എല്ലായ്പ്പോഴും നേരെയുള്ളതാണ് വരാം. ജലാശയങ്ങളിലല്ലാന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ജലാശയം ഒഴിച്ച് ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിരമിഡിൻ്റെ ആകൃതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ തന്നെയാണ് വരാം. എന്നാൽ ജലാശയം നോക്കുകയാണെങ്കിൽ നോക്കിയാൽ നേരെ തിരിഞ്ഞിട്ടില്ല, തല തിരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. കടൽ മത്സ്യങ്ങളുടെ ജൈവപിണ്ഡം അവയുടെ ആഹാരമായ സസ്യപ്ലവകങ്ങളുടെ ജൈവപിണ്ഡത്തേക്കാളും കൂടുതലായതിനാൽ തന്നെ ഈ പിരമിഡ് തലകീഴായിട്ടുള്ളതായിരിക്കും. അതായത് കടൽ മത്സ്യങ്ങളുടെ ജൈവപിണ്ഡം എന്ന് പറയുന്നത് ഈ സസ്യപ്ലവകങ്ങളുടെ ജൈവപിണ്ഡത്തേക്കാളും കൂടുതലായിരിക്കും. കടൽ മത്സ്യങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടൽ മത്സ്യങ്ങളുടെ ജീവപിണ്ഡമായിരിക്കും കൂടുതലായിട്ടുണ്ടായിരിക്കും സസ്യങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ. അതിനാൽ തന്നെ അതെന്താണ്? തല കീഴായിട്ടായിരിക്കും വരാം. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. സംഖ്യാ പിരമിഡ് എന്ന് വെച്ചാൽ എന്താണ്? ജീവികളുടെ എണ്ണം വെച്ചിട്ടാണ് നോക്കുന്നത്, നേരായിട്ടാണ് വരാം. ഇനി ജൈവപിണ്ഡ പിരമിഡ് എന്ന് വെച്ചാൽ ജൈവപിണ്ഡം അല്ലേ, ബയോമാസ് നോക്കിയിട്ടാണ് ആക്കുന്നത്. അവിടെ നമുക്ക് എപ്പോഴും നേരായിട്ടാണ് വരാം, പക്ഷേ ജലത്തിൽ നോക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് വരാം. ഊർജ്ജ പിരമിഡ് എന്ന് വെച്ചാൽ വിവിധ ട്രോഫിക് തലങ്ങളിലുള്ള ജീവികളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ്ജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്നു. ഇവിടെ എന്താണ്? ഊർജ്ജമല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഊർജ്ജത്തിൻ്റെ അളവാണ് ഇവിടെ പറയുന്നത്. ഊർജ്ജത്തിൻ്റെ അളവ് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് സൂചിപ്പിക്കുന്നത്. ഓരോ തലങ്ങളിലും ഊർജ്ജം പടിപടിയായിട്ട് കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഊർജ്ജ പിരമിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഊർജ്ജം കുറവാണ്, ഓരോ പോഷണ തലത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഊർജ്ജം കുറഞ്ഞു വരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനാൽ തന്നെ ഊർജ്ജ പിരമിഡ് എല്ലായ്പ്പോഴും നേരെയുള്ളതായിരിക്കും. ഊർജ്ജ പിരമിഡും എപ്പോഴും നേരെയുള്ളതായിരിക്കും. അപ്പോൾ ബാക്കിയെല്ലാം നേരെയുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഈ സംഖ്യാ പിരമിഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരം അതുപോലെ തന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം, ആകൃതിയിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ജൈവപിണ്ഡ പിരമിഡ് ആണെന്നുണ്ടെങ്കിൽ ബയോമാസിനെ ആശ്രയിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? കുളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തലകീഴായിട്ടാണ് വരാം. ഇനി അതല്ല ഊർജ്ജ പിരമിഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നേരെ തന്നെയാണ് വരാം. ഇനി എക്കോളജിക്കൽ പിരമിഡുകളുടെ പരിമിതികൾ. ഈ പിരമിഡുകളുടെ പരിമിതികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. രണ്ടോ അതിലധികമോ ട്രോഫിക തലങ്ങളിൽ ഉൾപ്പെടുന്ന ജീവികളുടെ ആഹാരബന്ധം കണക്കിലെടുക്കുന്നില്ല. രണ്ടോ അതിലധികമോ ട്രോഫിക തലങ്ങളിൽ ഉൾപ്പെടുന്ന ജീവികളുണ്ടായിരിക്കും. രണ്ട് ട്രോഫിക തലത്തിലും വരുന്ന ജീവികളുണ്ടായിരിക്കും, ഇവയെ കണക്കാക്കുന്നില്ല. ലളിതമായ ഭക്ഷ്യശൃംഖലകളുടെ അടിസ്ഥാനത്തിലുള്ള പിരമിഡുകൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഭക്ഷ്യശൃംഖല ജാലത്തെ ഉൾക്കൊള്ളുന്നില്ല. ആവാസ വ്യവസ്ഥകളുടെ അവിഭാജ്യ ഘടകമായ മൃതഭോജികൾക്ക് പിരമിഡുകളിൽ സ്ഥാനം നൽകിയിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിമിതികൾ പറയുന്നത്. നെക്സ്റ്റ് മാതൃകാ ചോദ്യങ്ങളാണ്, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉപഭോക്താക്കൾ നിർമ്മിക്കുന്ന ജീവപിണ്ഡത്തിൻ്റെ നിരക്കിന് എന്ന് പറയുന്നു. ഉപഭോക്താക്കൾ നിർമ്മിക്കുന്ന ജീവപിണ്ഡത്തിൻ്റെ നിരക്ക് എന്താണ്? ഗ്രോസ് പ്രൈമറി ആണോ, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണോ, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ആണെന്ന് കമൻറ്റ് ചെയ്യാം. ഇനി പ്രകൃതിയിലെ മുഖ്യ ആണ് ഹരിതസസ്യങ്ങൾ. നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞാണ് ആരാണ് ഹരിതസസ്യങ്ങൾ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ പറയുന്നതിൽ മൃതഭോജി ഏതാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാം. മണ്ണിര, കുറുക്കൻ, വൈറസ്, പശു, ഇതിൽ ഏതാണ് മൃതഭോജി എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് +1 ബയോളജിയിലെ എക്കോസിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നത്. ഈ 1, 2, 3 എന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിച്ചു വെച്ചിരിക്കേണ്ട NCERT ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. +1 കെമിസ്ട്രിയാണ്. +1 കെമിസ്ട്രിയിൽ 14ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്നാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും
ഒക്കെ പറയുന്നത്. അപ്പം ഫസ്റ്റ് വരുന്നത് എന്താണ്? എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ പരിസര മലിനീകരണം എന്ന് വെച്ചാൽ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും മനുഷ്യർക്കും ദോഷകരമായ വിധത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന നാം ആഗ്രഹിക്കാത്ത മാറ്റങ്ങളെയാണ് പരിസര മലിനീകരണം എന്ന് പറയുന്നത്. അപ്പം എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ അല്ലെങ്കിൽ പരിസര മലിനീകരണം എന്ന് വെച്ചാൽ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും മനുഷ്യർക്കും ദോഷകരമായിട്ടുള്ള വിധത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ആഗ്രഹിക്കാത്ത മാറ്റങ്ങളെയാണ് പരിസര മലിനീകരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ട്രോപ്പോസ്ഫെറിക് മലിനീകാരികൾ. എന്താണ് ട്രോപ്പോസ്ഫെറിക് മലിനീകാരികളൊക്കെ രണ്ടും മിക്സ് ആയി അല്ലേ? ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ട്രോപ്പോസ്ഫെറിക് മലിനീകാരികൾ എന്ന് വെച്ചാൽ എന്താണ്? അതായത് വാതക മലിനീകാരികളുണ്ട്, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലേറ്റഡ് മലിനീകാരികളുണ്ട്. വാതക മലിനീകാരികൾ എന്ന് വെച്ചാൽ വാതകം അല്ലേ, അതായത് ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതി മലിനീകരമാക്കപ്പെടുന്ന വാതകങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നൈട്രജനും സൾഫറും കാർബണൊക്കെ എന്താണ്? കാർബണിൻ്റെ ഒക്കെ ഓക്സൈഡുകൾ നമുക്ക് ഈ വാതക മലിനീകാരി എന്നതിൽ പറയാം. ഇനി പെർട്ടിക്കുലേറ്റഡ് മലിനീകാരികൾ എന്ന് വെച്ചാൽ പൊടി, ആവികൾ, പുക, മഞ്ഞ് എന്നിവയൊക്കെ എന്താണ്? പെർട്ടിക്കുലേറ്റഡ് മലിനീകാരികളാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ പർട്ടിക്കുലേഴ്സ്, അപ്പോൾ വാതക മലിനീകരണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നൈട്രജനും സൾഫറും കാർബണിൻ്റെ ഒക്കെ ഓക്സൈഡുകൾ വരും. പെർട്ടിക്കുലേറ്റഡ് മലിനീകാരികൾ എന്ന് വെച്ചാൽ പൊടി, ആവികൾ, പുക, മഞ്ഞ് എന്നിവയൊക്കെയാണ് വരാം. നെക്സ്റ്റ്, വാതക മലിനീകാരികൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വിധം. അതായത് നമ്മൾ പറഞ്ഞു സൾഫറിൻ്റെയും നൈട്രജൻ്റെയും കാർബണിൻ്റെ ഒക്കെ ഓക്സൈഡുകൾ പ്രകൃതിയിൽ ദോഷമുണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തൽ വഴിയും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴിയും അന്തരീക്ഷത്തിൽ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴിയൊക്കെയാണ് അന്തരീക്ഷത്തിൽ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഇനി എന്താണ് നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്നാണ് പറയുന്നത്. നൈട്രജൻ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. മിന്നൽ വഴിയും ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തൽ വഴിയും അന്തരീക്ഷത്തിൽ നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് ഇന്ധനങ്ങളുടെ അപൂർണ്ണ ജ്വലനം വഴി കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. പൂർണ്ണ ജ്വലനമാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. അപ്പോൾ ഇവിടെ പഠിച്ചു വെച്ചിരിക്കേണ്ടത് നൈട്രജൻ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിലും സൾഫർ ഡൈ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിലും ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഭാഗികമായിട്ട് കത്താണെന്നുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇന്ധനങ്ങൾ അപൂർണ്ണമായിട്ട് ഭാഗികമായിട്ട് ജ്വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. പൂർണ്ണമായിട്ട് ജ്വലിക്കുകയാണെന്നുണ്ടെങ്കിലോ എന്തുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. ഇനി ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തൽ വഴിയും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴിയും എന്തുണ്ടാകുന്നുണ്ട്? ഈ ഒരു സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തലുണ്ട്. അതല്ലാതെ തന്നെ നൈട്രജൻ ഉണ്ടാകുന്നത് മിന്നൽ വഴിയാണ് അല്ലേ? മിന്നൽ വഴിയും എന്തുണ്ടാകുന്നുണ്ട്? നൈട്രജൻ്റെ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പഠിച്ചത് എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തൽ വഴിയും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴിയും ഉണ്ടാകുന്നുണ്ട്. നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് മിന്നൽ വഴിയും ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തൽ വഴിയും ഉണ്ടാകുന്നുണ്ട്. ഇനി കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ ഇന്ധനങ്ങളുടെ അപൂർണ്ണ ജ്വലനം വഴിയാണ്, പൂർണ്ണ ജ്വലനം വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൾഫർ ഡൈ ഓക്സൈഡ് സസ്യങ്ങളും ജന്തുക്കൾക്കും വിഷമാണ്. എന്താണ് സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്? സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും വിഷമാണ്. അതെങ്ങനെയാണ് വിഷമാക്കുന്നതെന്നാണ് പറയുന്നത്. അത് ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വസന അസുഖങ്ങൾക്ക് കാരണമാകുന്നു. മനുഷ്യരിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വസന അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇനി കഫക്കെട്ട്, കണ്ണ് ചൊറിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. സസ്യവിളകളെ നശിപ്പിക്കുകയും സസ്യ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്യുന്നു സസ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് മനുഷ്യരിലും സസ്യങ്ങളിലും എങ്ങനെയാണ് അത് ബാധിക്കുന്നതെന്നാണ് പറയുന്നത്. മനുഷ്യരിലാണെന്നുണ്ടെങ്കിൽ ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വസന അസുഖങ്ങൾ ഉണ്ടാകുന്നു. കഫക്കെട്ട്, കണ്ണ് ചൊറിച്ചിൽ എന്നിവ ഉണ്ടാക്കുന്നു. ഇനി സസ്യങ്ങളാണെന്നുണ്ടെങ്കിലോ സസ്യവിളകളെ നശിപ്പിക്കുകയും സസ്യ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൈട്രജൻ ഡൈ ഓക്സൈഡിൻ്റെ ദൂഷ്യഫലങ്ങളാണ്. നാം ഇപ്പോൾ പറഞ്ഞത് എന്തിനായിരുന്നു? സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ ദൂഷ്യഫലങ്ങളാണ്. സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്ന വഴിയും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴിയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു. നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മിന്നൽ വഴിയും അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോഴാണ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഇലകളെ നശിപ്പിക്കുന്നത് കൊണ്ട് പ്രകാശ സംശ്ലേഷണ വേഗത കുറയ്ക്കുന്നു. സസ്യങ്ങളിൽ എങ്ങനെയാണ് നൈട്രജൻ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ദോഷമാകുന്നതെന്നാണ് പറയുന്നത്. ഇലകളെ നശിപ്പിക്കുന്നത് കൊണ്ട് പ്രകാശ സംശ്ലേഷണ വേഗത കുറയുന്നു. അത് വസ്ത്രനാരുകളെയും ലോഹങ്ങളെയും നശിപ്പിക്കുന്നു. വസ്ത്രനാരുകളെ നശിപ്പിക്കുന്നു, ലോഹങ്ങളെ നശിപ്പിക്കുന്നുണ്ട്.
ലങ്സിൽ ചൊറിച്ചിലുണ്ടാകുകയും ശ്വസന അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ലങ്സിൽ ചൊറിച്ചിലുണ്ടാക്കുകയും ശ്വസന അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോട്ടോ കെമിക്കൽ സ്മോഗിന് കാരണമാകുന്നതും നൈട്രജൻ ഡയോക്സൈഡ് ആണ്. അപ്പോൾ നൈട്രജൻ ഡയോക്സൈഡ് ഇലകളെ നശിപ്പിക്കുന്നുണ്ട്. ഇലകളെ നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ വേഗത കുറയും അല്ലേ. അതുപോലെ തന്നെ വസ്ത്രനാരുകളിൽ ലോഹങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. ലങ്സിലാണെന്നുണ്ടെങ്കിൽ ചൊറിച്ചിലിനും ശ്വസന അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഫോട്ടോ കെമിക്കൽ സ്മോഗിനും കാരണമാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ മോണോക്സൈഡ് ഉയർന്ന വിഷമുള്ള വാതകമാണ്. എന്തുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് ഉയർന്ന വിഷമുള്ള വാതകമാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്നിട്ട് കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാകുന്നു. കാർബൺ മോണോക്സൈഡ് ഓക്സിജനുമായിട്ട് ചേരാണെന്നുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഹിമോഗ്ലോബിനുമായിട്ട് ചേരാണെന്നുണ്ടെങ്കിൽ കാർബോക്സി ഹിമോഗ്ലോബിനാണ് ഉണ്ടാകുന്നത്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് ചേരുകയാണെങ്കിലോ കാർബമിനോ ഹീമോഗ്ലോബിനാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് കൂടി ചേരുമ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഇത് ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് കുറയ്ക്കുന്നു. ഹീമോഗ്ലോബിനെ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്നതിനുള്ള കഴിവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഹീമോഗ്ലോബിനെ ഓക്സിജൻ വഹിച്ചു പോകാനുള്ള കഴിവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ തലവേദനയും കാഴ്ചക്കുറവും ഹൃദയ സംബന്ധമായ തകരാറുകൾ തുടങ്ങി മരണത്തിന് വരെ കാരണമാകുന്നുണ്ട്. രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് തലവേദന, കാഴ്ചക്കുറവ്, ഹൃദയ സംബന്ധമായ തകരാറുകൾ തുടങ്ങി മരണത്തിന് വരെ കാരണമാകുന്നുണ്ട്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ചാലും കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഉയർന്ന വിഷമുള്ള ഒരു വാതകമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കൂടി ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. അപ്പോൾ ഇത് ഇങ്ങനെ കാർബോക്സി ഹീമോഗ്ലോബിൻ ആകുമ്പോൾ ഹീമോഗ്ലോബിന് ഓക്സിജൻ ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകാനുള്ള ശേഷി കുറയാണ്. അപ്പോൾ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നു അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദനയും കാഴ്ചക്കുറവും ഹൃദയ സംബന്ധമായ തകരാറുകളും ഉണ്ടാകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ പ്രഭാവവും ആഗോള താപനത്തെയും കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഹരിതഗൃഹ പ്രഭാവം? എന്താണ് ആഗോള താപനം? ഭൂമിയുടെ അന്തരീക്ഷം സൂര്യനിൽ നിന്നുള്ള താപത്തെ തടഞ്ഞു നിർത്തുകയും ബാഹ്യ ആകാശത്തേക്ക് പോകുന്നത് തടയുകയും അന്തരീക്ഷ താപനില കൂടുന്നതിനും കാരണമാകുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം. എന്താണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള താപത്തെ തടഞ്ഞു നിർത്തുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന താപത്തെ തടഞ്ഞു നിർത്തും. അപ്പോൾ അത് ബാഹ്യ ആകാശത്തേക്ക് പോകുന്നത് തടയും. അപ്പോൾ എന്ത് സംഭവിക്കും? അന്തരീക്ഷത്തിലെ താപനില കൂടും. അങ്ങനെ താപനില കൂടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഹരിതഗൃഹ പ്രഭാവം ഉണ്ടാകുന്നത്. കൂടാതെ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ തടഞ്ഞു നിന്നാൽ അന്തരീക്ഷം ചൂടാകുകയും അന്തരീക്ഷ താപനില കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ആണ് നമുക്ക് തടഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷം ചൂടാകും, താപനില കൂടും. അങ്ങനെയാണെങ്കിൽ ഇതിനെ ആഗോള താപനം എന്നും പറയും. അപ്പോൾ ഹരിതഗൃഹ പ്രഭാവം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷം സൂര്യനിൽ നിന്നുള്ള താപത്തെ തടഞ്ഞു നിർത്തി ബാഹ്യാകാശത്തേക്ക് പോകുന്നതിനെ തടയുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷ താപനില കൂടും. അപ്പോൾ അതിനെയാണ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ, അതായത് ഹരിതഗൃഹ പ്രഭാവം. ഇനി ഇൻഫ്രാറെഡ് വികിരണങ്ങൾ തടഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷം ചൂടാകും, അന്തരീക്ഷ താപനില കൂടും. അതിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതഗൃഹ പ്രഭാവം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, ആഗോള താപനം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. രണ്ടും എന്താണ്? താപനില കൂടാണ് ചെയ്യുന്നത്. ഒന്നാണെങ്കിൽ സൂര്യനിൽ നിന്നുള്ള താപത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്, ഒന്നാണെങ്കിൽ ഇൻഫ്രാറെഡ് വികിരണത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം സൂര്യനിൽ നിന്നുള്ള താപത്തെ തടഞ്ഞു നിർത്തി ആ താപനില കൂടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഹരിതഗൃഹ പ്രഭാവം സംഭവിക്കും. ഇനി ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ് തടഞ്ഞു നിർത്തി അന്തരീക്ഷം ചൂടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആഗോള താപനം സംഭവിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നെക്സ്റ്റ്, ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമായിട്ടുള്ള വാതകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നാണ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് ഈ ഒരു ആഗോള താപനത്തിന് കാരണമായ വാതകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ഓസോൺ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ജലബാഷ്പം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ മാത്രമാണുള്ളതെങ്കിൽ ഇതായിരിക്കും ആൻസർ കേട്ടോ. അപ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ഓസോൺ, ജലബാഷ്പം എന്നിവയൊക്കെ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്, ഹരിതഗൃഹവാതകങ്ങളാണ് അല്ലേ? ഹരിതഗൃഹവാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ഈ മീഥെയിൻ, ഓസോണ്, പിന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺ, ജലബാഷ്പം എന്നിവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഗോളതാപനത്തിൻ്റെയും ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെയും ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ആഗോള താപനില കൂടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പകർച്ചവ്യാധികളായ മഞ്ഞപ്പനി, ഡെങ്കിപ്പനി എന്നിവ പരക്കാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകാൻ കാരണമാകും. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഈ ആഗോള താപനത്തിൻ്റെയും ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെയും ദൂഷ്യഫലങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവ രണ്ടെന്നാണ്? താപം കൂട്ടാണ് ചെയ്യുന്നത് അല്ലേ? താപം കൂട്ടാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞപ്പനിയും ഡെങ്കിപ്പനിയൊക്കെ പെട്ടെന്ന് പരക്കും. അതുപോലെ തന്നെ ധ്രുവപ്രദേശങ്ങളിലുള്ള മഞ്ഞൊക്കെ പെട്ടെന്ന് മലകളൊക്കെ ഇങ്ങനെ ഉരുകും, മഞ്ഞുമലകളൊക്കെ ഉരുകും. അപ്പോൾ ഉരുകിയത് സംഭവിക്കും, വെള്ളപ്പൊക്കത്തിന് കാരണമാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഗോള താപനം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്താൽ മതി? വാഹനങ്ങളുടെ ഉപയോഗം കുറച്ചിട്ട് ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തിക്കൽ കുറയ്ക്കുക. വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തിക്കൽ കുറയ്ക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, വരണ്ട ഇലകൾ, മരങ്ങൾ എന്നിവ കത്തിക്കുന്നതൊക്കെ ഒഴിവാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആസിഡ് റെയിൻ? എന്താണ് ആസിഡ് മഴ എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഫോം ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഴവെള്ളത്തിൻ്റെ pH 5.6 കുറയുകയാണെങ്കിൽ അതിനെയാണ് അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് വെച്ചാൽ എന്താണ്? മഴവെള്ളത്തിൻ്റെ pH 5.6 കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മഴവെള്ളം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ആസിഡ് മഴയാണെന്ന് പറയാം അല്ലേ? മലിനവായുവിലെ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്നിവയാണ് ഈ അമ്ലമഴയ്ക്ക് കാരണം. അപ്പോൾ അമ്ലമഴയ്ക്ക് കാരണം എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്ലമഴയുടെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? അമ്ലമഴയുടെ ദൂഷ്യഫലങ്ങൾ എന്താണ്? സസ്യങ്ങളെയും ജലജീവികളെയും ബാധിക്കും. ജലപൈപ്പുകളെ നശിപ്പിക്കുകയും മണ്ണിലെയും പാറകളിലെയും ഇരുമ്പ്, ചെമ്പ്, ലെഡ് തുടങ്ങിയ ലോഹങ്ങളെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. ആസിഡിൽ എന്താണ്? ഇരുമ്പും ചെമ്പും ലെഡൊക്കെ ലയിക്കും. അതിനാൽ തന്നെ ജലപൈപ്പുകളെ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിലെയും പാറകളിലൊക്കെ ഈ ചെമ്പും ഇരുമ്പും ലെഡൊക്കെ ഉണ്ടെങ്കിൽ ആ ലോഹങ്ങളൊക്കെ നശിപ്പിക്കും. സസ്യങ്ങളെയും ജീവികളെയും ബാധിക്കും. ഇത് കെട്ടിട നിർമ്മാണ വസ്തുക്കളെ നശിപ്പിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്ലമഴ താജ്മഹലിൻ്റെ സൗന്ദര്യത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കെട്ടിട നിർമ്മാണ വസ്തുക്കളെ നശിപ്പിക്കുന്നു, ഇരുമ്പ്, ചെമ്പ്, ലെഡ് തുടങ്ങിയ വസ്തുക്കളെ ലയിപ്പിക്കുന്നു, ജലപൈപ്പുകളെ നശിപ്പിക്കുന്നു, സസ്യങ്ങളെയും ജലജീവികളെയും ബാധിക്കുന്നു. ഇനി എന്താണ് ഈ പാർട്ടിക്കുലേറ്റ് മലിനീകാരികൾ എന്ന് വെച്ചാൽ? എന്താണ് പാർട്ടിക്കുലേറ്റ് മലിനീകാരികൾ? നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? പാർട്ടിക്കുലേറ്റ് മലിനീകാരികളിലാണ് പുക, മഞ്ഞ്, വായൊക്കെ വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഈ പാർട്ടിക്കുലേറ്റ് മലിനീകാരികൾ എന്ന് വെച്ചാൽ? ഇവ വായുവിലടങ്ങിയ വളരെ ചെറിയ ഖരദ്രാവക കണികകളാണ്. വായുവിലുള്ള ചെറിയ ഖരദ്രാവക കണികകളാണ്. ഇവ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് വയബിൾ പാർട്ടിക്കുലേറ്റും രണ്ടാമത്തത് നോൺ വയബിൾ പാർട്ടിക്കുലേറ്റും. വയബിൾ പാർട്ടിക്കുലേറ്റ് എന്ന് വെച്ചാൽ ഈ സൂക്ഷ്മജീവികളൊക്കെയാണ് വരിക. ബാക്ടീരിയ, ഫംഗസ്, ആൽഗ, മൗൾഡ് തുടങ്ങിയ ജീവനുള്ള സൂക്ഷ്മജീവികളാണ് വരിക. എന്നാൽ നോൺ വയബിൾ പാർട്ടിക്കുലേറ്റ് എന്ന് വെച്ചാൽ പൊടി, ആവികൾ, പുക, മഞ്ഞ് എന്നിവയൊക്കെയാണ് നോൺ വയബിൾ പാർട്ടിക്കുലേറ്റിൽ വരുന്നത്. അപ്പോൾ വയബിൾ പാർട്ടിക്കുലേറ്റ് എന്ന് വെച്ചാൽ ബാക്ടീരിയ, ഫംഗസ്, ആൽഗ, മൗൾഡ് എന്നിവ വരും. നോൺ വയബിൾ പാർട്ടിക്കുലേറ്റ് എന്ന് വെച്ചാൽ പൊടി, ആവികൾ, പുക, മഞ്ഞ് എന്നിവയൊക്കെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് സ്മോഗ് എന്ന് വെച്ചാൽ? എന്താണ് സ്മോഗ്? നോക്കാം. ഈ പുക, സ്മോക്ക് അല്ലേ? സ്മോക്കും അതുപോലെ തന്നെ ഫോഗ്, മഞ്ഞ്, ഇവ രണ്ടും കൂടി മിശ്രിതം, ഈ രണ്ടിൻ്റെയും മിശ്രിതത്തെയാണ് സ്മോഗ് എന്ന് പറയുന്നത്. സ്മോക്ക് എന്ന് വെച്ചാൽ സ്മോഗ് എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ? രണ്ടും കൂടി സ്മോക്കും ഫോഗും കൂടിയിട്ടുള്ളതാണ് അല്ലേ? സ്മോക്കും ഫോഗും കൂടിയിട്ടുള്ളതാണ്. സ്മോക്ക് എന്ന് വെച്ചാൽ എന്താണ്? പുകയാണ്. ഫോഗ് എന്ന് വെച്ചാൽ എന്താണ്? മഞ്ഞാണ്. അപ്പോൾ ഇവ രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് സ്മോഗ് എന്ന് പറയുന്നത്. ഇവ രണ്ട് വിധത്തിലുണ്ട്. ക്ലാസിക്കൽ സ്മോഗും ഉണ്ട്, ഫോട്ടോ കെമിക്കൽ സ്മോഗും ഉണ്ട്. ക്ലാസിക്കൽ സ്മോഗും ഉണ്ട്, ഫോട്ടോ കെമിക്കൽ സ്മോഗും ഉണ്ട്. ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറയുന്നത് സൾഫർ ഡൈ ഓക്സൈഡാണ് ഈ ക്ലാസിക്കൽ സ്മോഗ് ഉണ്ടാകുന്നതിന് കാരണം. ഇത് തണുത്ത ഈർപ്പമുള്ള കാലാവസ്ഥയിലാണ് ഉണ്ടാകുക. ഇതിന് റെഡ്യൂസിങ് സ്മോഗ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ സ്മോഗ് എന്ന് വെച്ചാൽ സൾഫർ ഡൈ ഓക്സൈഡാണ് ഇതിന് കാരണം. ഇത് തണുത്ത ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഉണ്ടാകുന്നതാണ്. റെഡ്യൂസിങ് സ്മോഗ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് വെച്ചാലോ നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഓസോൺ, മറ്റ് ഓക്സിഡൻറ്റുകൾ എന്നിവയാണ് ഇതിന് കാരണം. ഇത് ചൂടുള്ള വരണ്ട കാലാവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. ഇതിനെ ഓക്സിഡൈസിങ് സ്മോഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ
രണ്ടെന്നാണ് ഓപ്പോസിറ്റാണ്, ഒരെണ്ണം മാത്രം പഠിച്ചു വെച്ചിരിക്കുക. ക്ലാസിക്കൽ സ്മോഗ് എന്ന് വെച്ചാൽ സൾഫർ ഡൈ ഓക്സൈഡ് മാത്രമാണ് കാരണം. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് വെച്ചാൽ നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഓസോണ്, മറ്റ് ഓക്സിഡൻറ്റുകളൊക്കെ കാരണമാകുന്നുണ്ട്. ഇനി ക്ലാസിക്കൽ സ്മോഗ് എന്ന് വെച്ചാൽ തണുത്ത ഈർപ്പമുള്ള കാലാവസ്ഥയിലാണ് ഉണ്ടാകുക, റെഡ്യൂസിങ് സ്മോഗ് എന്നാണ് വിളിക്കുക. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് വെച്ചാൽ ചൂടുള്ള വരണ്ട കാലാവസ്ഥയിലുണ്ടാവുക, ഓക്സിഡൈസിങ് സ്മോഗ് എന്നാണ് പറയുക. നെക്സ്റ്റ്, എങ്ങനെയാണ് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാകണേന്നാണ് പറയുന്നത്. പെട്രോൾ എഞ്ചിനുകളിലെയും ഡീസൽ എഞ്ചിനുകളിലെയും ഉയർന്ന താപനിലയിൽ നൈട്രജനും ഓക്സിജനും എന്നിവ കൂടിച്ചേർന്നിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അത് അന്തരീക്ഷത്തിലേക്ക് കത്താത്ത ഹൈഡ്രോ കാർബണുകളെ കൂടി പുറന്തള്ളും. നൈട്രിക് ഓക്സൈഡിനുടനെ നൈട്രജൻ ഡൈ ഓക്സൈഡ് ആകും. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ? ഈ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ നന്നായിട്ട് കത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഈ നൈട്രിക് ഓക്സൈഡ് ഈ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഹൈഡ്രോ കാർബണുകളെ പുറന്തള്ളും. അപ്പോൾ എന്ത് സംഭവിക്കും? നൈട്രജൻ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അത് പ്രകാശത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചിട്ട് വിഘടിച്ചിട്ട് വീണ്ടും ഈ അതായത് നൈട്രജൻ ഓക്സൈഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഓക്സിജൻ ആറ്റം ആയിട്ട് മാറും. അങ്ങനെ ഈ ഓക്സിജൻ ആറ്റം ഓക്സിജൻ വാതകവുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഓസോൺ ആയിട്ട് മാറും. അങ്ങനെ ഉണ്ടായ ഓസോൺ നൈട്രജൻ ഓക്സിജനുമായി കൂടിച്ചേർന്ന് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. നൈട്രജൻ ഡൈ ഓക്സൈഡും ഓസോണും ഉയർന്ന ഓക്സികാരികളായതിനാൽ തന്നെ കത്താത്ത ഹൈഡ്രോ കാർബണുകൾ പ്രവർത്തിച്ച് ഫോർമാൽഡിഹൈഡ്, അക്രോലിൻ, പെരോക്സി അസറ്റൈൽ നൈട്രൈഡ് തുടങ്ങിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്നു. ഇതെന്ന് വെച്ചാൽ നമുക്ക് റിയാക്ഷൻസ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കേണ്ട സംഭവം ഒന്ന് വാക്യത്തിൽ തന്നു മാത്രം. അപ്പോൾ ഇത്രയൊന്നും പഠിച്ചു വെച്ചിരിക്കേണ്ട. ഇവ എന്ന് പറയുന്നത് ഈ നൈട്രിക് ഓക്സൈഡാണ് പ്രധാനമായിട്ടും ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നതിന് കാരണം അല്ലേ. ഫോട്ടോ കെമിക്കൽ സ്മോഗ് നമ്മൾ പറഞ്ഞു നൈട്രജൻ ഡൈ ഓക്സൈഡാണ് ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞു. ഈ നൈട്രജൻ ഡൈ ഓക്സൈഡ് ഇങ്ങനെ വിഘടിക്കുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ട്. അങ്ങനെ കുറേ പ്രവർത്തനങ്ങളൊക്കെ നടന്നതിൻ്റെ ഫലമായിട്ട് അവസാനം എന്താണ് സംഭവിക്കുന്നത്? നൈട്രജൻ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡും ഓസോൺ, അവിടെ ഓസോൺ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതിനിടയിൽ. നൈട്രജൻ ഡൈ ഓക്സൈഡും ഓസോണും ഉയർന്ന ഓക്സികാരികളായതിനാൽ തന്നെ കത്താത്ത ഹൈഡ്രോ കാർബണുകളുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഫോർമാൽഡിഹൈഡ്, അക്രോലിൻ, പെരോക്സി അസറ്റൈൽ നൈട്രേറ്റ് തുടങ്ങിയ പദാർത്ഥങ്ങളായിട്ട് ഇവിടെ മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ നൈട്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? നൈട്രിക് ഓക്സൈഡായിട്ട് മാറും. ഓക്കെ. പിന്നീട് ഈ നൈട്രിക് ഓക്സൈഡ് ഈ ഓക്സിജനൊക്കെ പുറന്തള്ളും, ഹൈഡ്രോ കാർബണിനെ പുറന്തള്ളും. അപ്പോൾ എന്തായിട്ട് വീണ്ടും എന്തായിട്ട് മാറും? NO2 ആയിട്ട് മാറും. പിന്നീട് ഈ NO2 വീണ്ടും വിഘടിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൽ ഒരു ഓക്സിജൻ പോകും. ഈ ഒരു ഓക്സിജൻ പോയിട്ട് ഓസോണുമായിട്ട് കൂടിച്ചേരും. അങ്ങനെയൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്ക് അത്രയൊന്നും പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമില്ല. എന്താണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇനി ഫോട്ടോ കെമിക്കൽ സ്മോഗിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? ഓസോൺ, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് എന്നിവ കണ്ണ് ചൊറിച്ചിൽ ഉണ്ടാക്കുന്നവയാണ്. ഓസോൺ അതുപോലെ തന്നെ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് കണ്ണ് ചൊറിച്ചിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓസോൺ, നൈട്രജൻ ഓക്സൈഡ് എന്നിവ നൈട്രിക് ഓക്സൈഡ് എന്നിവ മൂക്ക്, തൊണ്ട എന്നിവയിൽ ചൊറിച്ചിലുണ്ടാക്കുകയും ഉയർന്ന ഗാഢത, തലവേദന, നെഞ്ചുവേദന എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. പിന്നെ സസ്യങ്ങളെ നശിപ്പിക്കുന്നു. ലോഹങ്ങൾ, കെട്ടിട നിർമ്മാണ വസ്തുക്കൾ, പെയിൻ്റ് അടിച്ച പ്രതലങ്ങൾ എന്നിവയൊക്കെ ഇവ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്തൊക്കെയാണ്? ചൊറിച്ചിലുണ്ടാക്കുന്നത്. ഓസോണൊക്കെ ഉള്ള കാരണം തന്നെ കണ്ണിൽ ചൊറിച്ചിലുണ്ടാക്കാം. ഓസോണും നൈട്രിക് ഓക്സൈഡും ഒക്കെ മൂക്ക്, തൊണ്ട എന്നിവയിലൊക്കെ ചൊറിച്ചിലുണ്ടാക്കുകയും തലവേദന, നെഞ്ചുവേദന ഒക്കെ ഉണ്ടാക്കുന്നു. സസ്യങ്ങളെ നശിപ്പിക്കുന്നു, ലോഹങ്ങളൊക്കെ നശിപ്പിക്കുന്നു. നെക്സ്റ്റ്, ഫോട്ടോ കെമിക്കൽ സ്മോഗ് നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? നൈട്രജൻ്റെ ഓക്സൈഡുകൾ, ഹൈഡ്രോ കാർബണുകൾ എന്നിവ പുറന്തള്ളുന്നതിന് തടയുന്ന കാറ്റലിറ്റിക് കൺവേർട്ടറുകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുക. കാറ്റലിറ്റിക് കൺവേർട്ടറുകൾ നൈട്രജൻ ഓക്സൈഡുകളെയും ഹൈഡ്രോ കാർബണുകളെയൊക്കെ പുറന്തള്ളുന്നവയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡുകളെ മെറ്റാബോളിസ് ചെയ്യാൻ കഴിയുന്ന ചെടികളായ പൈനസ്, ദേവദാരു എന്നിവ വെച്ച് പിടിപ്പിക്കുക. നൈട്രജൻ ഓക്സൈഡുകളെ മെറ്റാബോളിസ് ചെയ്യാനുള്ള കഴിവ് ഏതൊക്കെ സസ്യങ്ങൾക്കുണ്ട്? പൈനസിനും ദേവദാരുനും ഉണ്ട്. ഇവയൊക്കെ വെച്ച് പിടിപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഓക്സിജൻ വാതകത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ഉണ്ടാകുന്നത്. എന്താണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ?
അൾട്രാവയലറ്റ് കിരണങ്ങൾ ഓക്സിജൻ വാതകത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഓസോൺ ഉണ്ടാകുന്നു. ചില ഓക്സിജൻ തന്മാത്രകൾ വിഘടിച്ച് ഓക്സിജൻ ആറ്റങ്ങളാകുകയും അവ മറ്റു ഓക്സിജൻ തന്മാത്രകളുമായി കൂടിച്ചേർന്ന് ഓസോണായിട്ട് മാറുന്നു. ചില ഓക്സിജൻ തന്മാത്രകൾ വിഘടിക്കും, എന്നിട്ട് മറ്റുള്ള ഓക്സിജനുമായിട്ട് കൂടിച്ചേരും. അപ്പോൾ എന്തായിട്ട് മാറും? ഓസോണായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഓക്സിജൻ വാതകത്തിൽ പ്രവർത്തിക്കും. അപ്പോൾ എന്തായിട്ട് മാറും? ഓസോൺ ഉണ്ടാകും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ O2 എന്ന് പറയുന്ന ഓക്സിജനാണ്, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഓക്സിജനായിട്ട് മാറും. ഇതിലെ ഒരു ഓക്സിജൻ ഉണ്ടല്ലോ, ഇതിലെ ഓരോ ഓക്സിജൻ പോയിട്ട് വേറൊരു ഓക്സിജൻ ആറ്റവുമായിട്ട് കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഓസോണായിട്ട് മാറും. നെക്സ്റ്റ് എന്താണ് ഓസോൺ ലെയർ ഡിപ്ലീറ്റേഷൻ? അതായത് ഓസോൺ പാളി വിഘടനം എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രിയോണുകൾ എന്ന് വെച്ചാൽ എന്താണ്? ക്ലോറോഫ്ലോറോ കാർബണിനെയാണ് ഫ്രിയോണുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഫ്രിയോണുകൾ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിയാൽ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ സാന്നിധ്യം മൂലം ക്ലോറിൻ ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ഫ്രിയോണുകൾ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? ക്ലോറിൻ ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാക്കും. ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കലുകൾ ഓസോൺ തന്മാത്രയുമായിട്ട് പ്രവർത്തിച്ചിട്ട് ക്ലോറിൻ മോണോക്സൈഡ് ഫ്രീ റാഡിക്കലുകൾ ആൻഡ് ഓക്സിജനും ഉണ്ടാക്കും. ഈ ക്ലോറിൻ മോണോക്സൈഡ് ഫ്രീ റാഡിക്കലുകൾ ഓക്സിജൻ ആറ്റവുമായി കൂടിച്ചേർന്ന് ക്ലോറിൻ ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാക്കുന്നു. ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കലുകൾ വീണ്ടും ഓസോണുമായി പ്രവർത്തിച്ച് ഓസോൺ പാളി വിഘടനം തുടരുന്നു. ഇത്രയൊന്നും പഠിച്ചിരിക്കേണ്ട കാര്യമില്ല, ഇത് കെമിസ്ട്രി ആയ കാരണമാണ് ഇത്രയും ഡീപ്പായിട്ട് എങ്ങനെയാണ് ഈ സമവാക്യങ്ങളൊക്കെ വെച്ച് പറയുന്നത് കേട്ടോ. ഇത്രയൊന്നും പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യമില്ല. ഓസോൺ പാളി വിഘടനം ഉണ്ടാകുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇനി ഓസോൺ പാളി വിഘടനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അൾട്രാവയലറ്റ് കിരണങ്ങൾ കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും തിമിരം, സൂര്യാഘാതം, തൊലിപ്പുറത്തുള്ള ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങൾ കൂടുന്നത് മൂലം ഇലകളിലെ ബാഷ്പീകരണം കൂടുന്നു, മണ്ണിലെ ജലാംശം നഷ്ടപ്പെടുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങൾ കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തിമിരം, സൂര്യാഘാതം, തൊലിപ്പുറത്തുള്ള ക്യാൻസറൊക്കെ ഉണ്ടാകും. അതുപോലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ കൂടുമ്പോൾ ഇലകളിലെ ബാഷ്പീകരണം കൂടും, മണ്ണിലെ ജലാംശം നഷ്ടപ്പെടും. അൾട്രാവയലറ്റ് കിരണങ്ങൾ കൂടാതെ പെയിൻറ്റുകളെയും നാരുകളെയും നശിപ്പിക്കുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങൾ കൂടുന്നത് പെയിൻറ്റുകളെയും നാരുകളെയും നശിപ്പിക്കുന്നു. നെക്സ്റ്റ്, ജലമലിനീകരണത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യവിസർജ്യം, അടുക്കള മാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും ജലത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളായ രോഗകാരികളുടെ സാന്നിധ്യം എന്താണ്? ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇലകൾ, പുല്ലുകൾ തുടങ്ങിയ സസ്യാവശിഷ്ടങ്ങളെ ജലമലിനീകരണത്തിന് കാരണമാകും. വളങ്ങൾ, കീടനാശിനികൾ, മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ ലോഹങ്ങൾ തുടങ്ങിയ രാസമലിനീകാരികളൊക്കെ എന്താണ്? ജലമലിനീകരണത്തിന് കാരണമാകുന്നു. ഇനി എന്താണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വെച്ചാൽ? എന്താണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? മലിനജലത്തിൽ അടങ്ങിയ സസ്യജന്യ പദാർത്ഥങ്ങളെ ഓക്സീകരിക്കാൻ സൂക്ഷ്മജീവികൾക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവിനെയാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. മലിനജലത്തിൽ അടങ്ങിയ സസ്യജന്യ പദാർത്ഥങ്ങളെ ഓക്സീകരിക്കാൻ സൂക്ഷ്മജീവികൾക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവിനെയാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ശുദ്ധജലത്തിൽ BOD 5 ppmനേക്കാളും കുറവായിരിക്കും. ശുദ്ധജലത്തിന് BOD അതായത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് 5 ppmനേക്കാളും കുറവാണ്. ഉയർന്ന മാലിന്യം അടങ്ങിയ ജലത്തിൻ്റെ BOD എന്ന് പറയുന്നത് 17 ppmനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ മലിനജലത്തിൽ അടങ്ങിയ സസ്യജന്യ പദാർത്ഥങ്ങളെ ഓക്സീകരിക്കാൻ സൂക്ഷ്മജീവികൾക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവിനെയാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് യൂട്രോഫിക്കേഷൻ? എന്താണ് യൂട്രോഫിക്കേഷൻ? വളങ്ങൾ, ഡിറ്റർജൻറ്റുകൾ എന്നിവയിലെ ഫോസ്ഫേറ്റ് മൂലം ജലം മലിനമായാൽ ആ ജലത്തിൽ ആൽഗകളും മറ്റ് ജലസസ്യങ്ങളും കൂടുതൽ വളരുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും ജലത്തിൽ ജീവിക്കുന്ന ജീവികളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? വളങ്ങളും ഡിറ്റർജൻറ്റുകളിലൊക്കെ ഫോസ്ഫേറ്റുകളുണ്ട് അല്ലേ? ഇവയൊക്കെ എന്താണ്? ജലം മലിനമാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജലത്തിലെ ആൽഗകളും മറ്റു ജലസസ്യങ്ങളും കൂടുതൽ വളരുന്നു. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വളരെയാണ് അവിടെ ഓക്സിജൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ജലത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയാണ് ചെയ്യുക. കാരണം ഈ സസ്യങ്ങളാണ് കൂടുതലായിട്ട് ഓക്സിജൻ എടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ ജലത്തിൽ ജീവിക്കുന്ന ജീവികൾ അത് നന്നായിട്ട് ബാധിക്കും. ഇതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ശുദ്ധജലത്തിൻ്റെ അന്താരാഷ്ട്ര നിലവാരങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലൂറൈഡ് അയോൺ 1 ppm വരെ, നൈട്രേറ്റ് അയോൺ 50 ppm, ലെഡ് 50 ppb, പിന്നെ pH 5.5ൻ്റെയും 9.5ൻ്റെയും ഇടയിൽ, കാഡ്മിയം 0.005 ppm വരെ. ശുദ്ധജലത്തിൽ നൈട്രേറ്റ് അയോൺ കൂടുന്നത് ബ്ലൂ ബേബി സിൻഡ്രം എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. ശുദ്ധജലത്തിൽ നൈട്രേറ്റ് അയോൺ കൂടുകയാണെങ്കിൽ ബ്ലൂ ബേബി സിൻഡ്രം ഉണ്ടാകും. ശുദ്ധജലത്തിൽ ലെഡ് കൂടുന്നത് കിഡ്നി, കരൾ, പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കും. ശുദ്ധജലത്തിൽ ലെഡാണ് കൂടുന്നതെന്നുണ്ടെങ്കിൽ കിഡ്നിയെയും പ്രത്യുൽപാദന വ്യവസ്ഥയെയും ബാധിക്കും. ഫ്ലൂറൈഡ് അയോൺ ആണെന്നുണ്ടെങ്കിലോ പല്ല് ദ്രവിക്കുന്നതിന് തടയുന്നു. എന്നാൽ ഫ്ലൂറൈഡ് അയോഡിൻ്റെ ഗാഢത 2 ppmനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിലോ പല്ലിൽ തവിട്ട് കറ പിടിക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഫ്ലൂറൈഡ് അയോൺ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല്ല് ദ്രവിക്കുകയാണ് ചെയ്യുക. എന്നാൽ കുറയാണെന്നുണ്ടെങ്കിൽ പല്ലിൽ തവിട്ട് കറ ഉണ്ടാകും.
ഇനി എന്താണ് മണ്ണ് മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ? വളങ്ങൾ, കീടനാശിനികൾ, കളനാശിനി തുടങ്ങിയവയുടെ വിവേചനരഹിതമായ ഉപയോഗങ്ങൾ, അവശിഷ്ടങ്ങൾ കൂട്ടിയിടുന്നത്, വനങ്ങൾ നശിപ്പിക്കുന്നതൊക്കെ എന്താണ് ഈ ഒരു മണ്ണ് മലിനീകരണത്തിൻ്റെ കാരണങ്ങളാണ്. വളങ്ങൾ, കീടനാശിനികൾ, കളനാശിനി തുടങ്ങിയവയുടെ വിവേചനരഹിതമായ ഉപയോഗങ്ങൾ, അവശിഷ്ടങ്ങൾ കൂട്ടിയിടുന്നത്, വനങ്ങൾ നശിപ്പിക്കുന്നതൊക്കെ എന്താണ് മണ്ണ് മലിനീകരണത്തിൻ്റെ കാരണങ്ങളാണ്. ഇനി നെക്സ്റ്റ്, അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? വ്യാവസായിക മാലിന്യങ്ങളെ റീസൈക്കിൾ ചെയ്യുക, അഴുക്കുവെള്ളത്തിൽ നിന്നും വലിയ ഖര അവശിഷ്ടങ്ങൾ അരിച്ചതിന് ശേഷം ഊറാൻ അനുവദിക്കുക, ജൈവ വിഘടന സാധ്യതയുള്ള മാലിന്യങ്ങളെ കമ്പോസ്റ്റ് ആക്കുക. വ്യാവസായിക മാലിന്യങ്ങളെ റീസൈക്കിൾ ചെയ്യാം, അഴുക്കുവെള്ളത്തിൽ നിന്നും വലിയ ഖര അവശിഷ്ടങ്ങൾ അരിച്ചതിന് ശേഷം ഊറാൻ അനുവദിക്കുക, ജൈവ വിഘടന സാധ്യതയുള്ള മാലിന്യങ്ങളെ കമ്പോസ്റ്റ് ആക്കാം. നെക്സ്റ്റ്, എന്താണ് ഗ്രീൻ കെമിസ്ട്രി? ചുറ്റുപാടിന് മനുഷ്യാരോഗ്യത്തിന് കുറഞ്ഞ ദോഷം മാത്രം വരുന്ന രീതിയിൽ പുതിയ രാസപ്രക്രിയകളെ രൂപപ്പെടുത്തുന്നതിനും നിലവിലുള്ളവയെ മെച്ചപ്പെടുത്താനും ശ്രമിക്കുന്ന രസതന്ത്ര ശാഖയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ചുറ്റുപാടിന് മനുഷ്യാരോഗ്യത്തിന് കുറഞ്ഞ ദോഷം വരുന്ന രീതിയിൽ പുതിയ രാസപ്രക്രിയകൾ രൂപപ്പെടുത്താൻ നിലവിലുള്ളവയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശാഖയാണ് ഗ്രീൻ കെമിസ്ട്രി. ഈ രാസപ്രവർത്തനങ്ങളിൽ വിഷവസ്തുക്കളോ വിഷലായനികളോ ഉപയോഗിക്കുന്നില്ല, ദോഷകരമായ രാസപ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇത് കുറഞ്ഞ മാലിന്യം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രായോഗിക ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വാതകങ്ങളുടെ ഡ്രൈ ക്ലീനിങ്ങിന് ദ്രാവക കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു, പേപ്പറുകളുടെ ബ്ലീച്ചിങ്ങിന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നു, എത്തനോളിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് എത്തീനി അയണിക് കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിലുള്ള ഒരു ഘട്ട ഓക്സിഡേഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ചുരുക്കെഴുത്തും പൂർണ്ണരൂപങ്ങളും തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് PCB എന്നാണ് പറയുന്നുണ്ട്. PCB എന്ന് വെച്ചാൽ പോളിക്ലോറിനേറ്റഡ് ബൈ ഫിനൈൽസ് എന്നാണ്. ഇനി DDT എന്ന് വെച്ചാൽ ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥേൻ എന്നാണ്. DDT എന്ന് വെച്ചാൽ ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥേൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കാനുള്ളത്. ആദ്യത്തെ 2 ടോപ്പിക്കിൽ നമ്മൾ എന്താണ് പരിസ്ഥിതി, എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ എങ്ങനെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് NCERTയിൽ പഠിക്കാനുള്ളത് കഴിഞ്ഞു. അതുപോലെ തന്നെ കാലാവസ്ഥ, ഇന്ത്യയിലെ കാലാവസ്ഥയും ഇന്ത്യയിലെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, വനങ്ങളും വനവിഭവങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നമുക്കിതുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ത്യ ജിയോഗ്രഫിയിൽ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.